എല്ലാവരും വന്ദനം പറയുന്നു. ഏലിയാവിനെ ദൈവം എന്തുകൊണ്ട് യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ അയച്ചു എന്നൊരു പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തു. അത് ഞങ്ങളുടെ ഫെലോഷിപ്പിൽ നമ്മൾ കൊടുത്ത മെസ്സേജാണ്. ആ മെസ്സേജിന് ശബ്ദത്തിന് കുറെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഭയങ്കര അന്തരീക്ഷം വളരെ ശബ്ദം നിറഞ്ഞതായിരുന്നു. മഴയും മറ്റ് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് അല്പം അവ്യക്തത ഉള്ളത് കൊണ്ടാണ് ഞാനത് പബ്ലിക് ചെയ്യാതെ ഇന്ന് ഇത് റീ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. മെസ്സേജ് ഇതായിരുന്നു: മലാക്കിയുടെ പ്രവചനം അതിൻ്റെ 4-ാം അധ്യായം. ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ടു ദാറ്റ് വേഴ്സ്. മലാക്കി ചാപ്റ്റർ 4 വേഴ്സ് 5 and 6. ദയവായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ, ദൈവജനം കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സമയം ചെലവിടുക. നിങ്ങൾ ചെലവിടുന്ന സമയം നിങ്ങൾക്ക് വൃഥാവല്ല. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ടൈമിനേക്കാൾ നിങ്ങളുടെ സമയത്തിന് വിലയുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ 1-2 പ്രധാന കാര്യം ഡിസ്ക്ലൈമർ പോലെ ഞാൻ പറയാം. ഞാൻ അല്പം സ്ലോ ആയിട്ട് വിശദീകരിച്ച് സംസാരിക്കത്തുള്ളൂ. ഐ എം എ ടീച്ചർ. കാരണം എൻ്റെ കേൾവിക്കാരിൽ ഭയങ്കരമായിട്ട് ലൈറ്റനിങ് സ്പീഡിൽ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുണ്ട്. ഞാൻ ആ ടൈപ്പിൽ ആളാണ്. എനിക്ക് 1 മണിക്കൂറത്തെ മെസ്സേജ് ഒരു 10 മിനിറ്റിൽ കേട്ടാൽ മതി. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷേ 1 മണിക്കൂറുള്ള മെസ്സേജ് 4 മണിക്കൂർ പറഞ്ഞാൽ മനസ്സിലാകാത്ത സാധാരണക്കാരായ ആളുകൾ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിലുണ്ട്. ദൈവമക്കളാണ് അവർ, നമ്മുടെ സഹോദരങ്ങളാണ്. അവർ മിശിഹായുടെ സഹോദരങ്ങളാണ്. നമ്മുടെ കർത്താവിൻ്റെ മക്കളായതുകൊണ്ട് അവരെയും കൂടെ പരിഗണിച്ചേ പറ്റൂ എന്നതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഒന്നുകൂടെ ആവർത്തനവും വിശദീകരണം കൂടുതലൊക്കെ ഉണ്ടാകും. ദയവായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ക്ഷമിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ദയവായിട്ട് സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും യാത്രാമധ്യയോ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങളുടെ കാതിൽ നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് ഒരിക്കലും മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ കേൾക്കാത്തതും നിങ്ങൾ ചിന്തിക്കാത്തതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളതുമായിരിക്കും എന്നത് ഞാൻ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിലേക്ക് വരികയും. എന്തുകൊണ്ടായിരിക്കാം ദൈവം ഏലിയാ പ്രവാചകനെ അയച്ചത്? എത്രയോ പ്രവാചകന്മാരുണ്ട്, ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരുണ്ട്, ഉന്നതന്മാരായ പ്രവാചകന്മാർ. പക്ഷെ അവരെ ആരെയും അയച്ചില്ല. ഏലിയാവ് എന്ന് പറയുന്നത് ഒരു പുസ്തകവും എഴുതാത്ത, പെട്ടെന്ന് ഇങ്ങോട്ട് രംഗത്ത് വന്നു. അയാളുടെ അപ്പൻ ആരാന്ന് ആർക്കും അറിയത്തില്ല. ഏതായത് തിശ്ബ്യയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് എന്ന് പറയുന്ന ഒരാൾ വരും. വന്നിട്ട് കൃത്യമായി അന്ന് ലോകത്തെ ഏറ്റവും, അതായത് ഇസ്രായേൽ നാട്ടിലെ ഏറ്റവും എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, വളരെ ദൈവത്തിന് വിരോധമായി നിന്ന ഒരു രാജാവാണ് ആഹാബ്. കാരണക്കാരി അദ്ദേഹത്തിന്റെ ഭാര്യയായ ഇസബേലാണ്. ഇസബേൽ എന്ന് പറയുന്നവൾ സറാഫ സീദോൻ രാജ്യത്തെ രാജാവിന്റെ മകളാണ്. ബാലിനെ ആരാധിച്ചുകൊണ്ടിരുന്നവൾ. അഹാബ് എന്ന് പറയുന്ന ക്രൂരനായ, വളരെ ദൈവവിരോധിയായ ഒരു രാജാവ്. ആ രാജാവ് ഭരിക്കുന്ന സമയത്താണ് ഏലിയാവ് ശുശ്രൂഷയ്ക്ക് വരുന്നത്. ഈ സന്ദർഭം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇസ്രായേൽ ഗ്രഹം യഹൂദഗ്രഹം രണ്ടായിട്ട് പിരിഞ്ഞു. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. ദൈവവചനം പഠിക്കുമ്പോൾ, പുതുനിയമം പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഇത് മനസ്സിൽ വെച്ച് വേണം പഠിക്കാൻ. അല്ലാതെ ചുമ്മാ ഇങ്ങോട്ട് എടുക്കുക, പഴയ നിയമം ഒന്നും വേണ്ട, വലിച്ചു കീറിക്കള എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗിഡിയോൻസിന്റെ പുതിയ നിയമത്തിന്റെ താളുമായിട്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ഒരു ചുക്കും മനസ്സിലാവത്തില്ല. പ്ലീസ്, ഒന്നും മനസ്സിലാവത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചാ പറയുന്നത്. കാരണം നമ്മൾ ഈ എന്താ പറയുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിലെ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു വംശാവലി. ആ വാക്യത്തിന് അർത്ഥം വല്ലതും മനസ്സിലായിട്ടുണ്ട്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇൻട്രൊഡക്ഷൻ പറയുമല്ല. സൺ ഓഫ് ഇന്നാള് അതൊന്നും അല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഒരുപാട് ആഴമുണ്ടാകും. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഴയ നിയമം കൂടെ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും കൃത്യമായ നിലയിൽ നിങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ബൈബിളിന്റെ റിയലായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഈ ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും 2 ഹൗസസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ, യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, വെളിപ്പാട് പുസ്തകം, ലേഖനങ്ങൾ, ഇവിടെ എല്ലാം കൃത്യം, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ 2 ഹൗസസ് എന്താണെന്ന് മനസ്സിലാവണം.
അല്ലാതെ നമ്മുടെ ചർച്ചിലൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയല്ല, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഭയുടെ വളർച്ച എങ്ങനെയാണ്, ചർച്ച് ഗ്രോത്ത്, ഇവാഞ്ചലൈസേഷൻ, മിഷൻ, ഇതൊന്നും അല്ല മനുഷ്യ. നിങ്ങൾക്ക് ചുമ്മാ കുറെ പൊട്ടത്തരം ഉണ്ടാക്കി വെക്കാൻ വേണ്ടി നിങ്ങൾ കുറെ മനുഷ്യനെ കബളിപ്പിക്കാൻ വേണ്ടി സാധനം ഉണ്ടാക്കുക. അപ്പോസ്തല പ്രവൃത്തിയുടെ ലക്ഷ്യം ഇതൊന്നും അല്ല. അപ്പോസ്തല പ്രവൃത്തി എന്താണെന്ന് ആദ്യം പോയി പഠിക്കും. 28 അധ്യായം കർത്താവ് അനുവദിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുന്നെങ്കിൽ 28 അധ്യായത്തിന്റെ ഒരു കൃത്യമായ ഒരു രേഖ ഒരു ജനറേഷന് കൊടുത്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അതിനുള്ള ആഴമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല. 2 ഹൗസസ് ഉണ്ട്. ഈ 2 ഹൗസസുമായി അപ്പോസ്തല പ്രവൃത്തിക്ക് ബന്ധമുണ്ട്. ഇത് നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ വേണ്ടി ഞാൻ തരും. ഇത് പല എൻ്റെ നമ്മുടെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പല കാര്യങ്ങൾക്കും സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദൈവം നമുക്ക് ആരോഗ്യവും ബലവും സൗഖ്യവും ഒക്കെ തരുന്നെങ്കിൽ ഇതൊരു മീഡിയമാണ്. എനിക്ക് എല്ലാ ദിവസവും ഒരു 10 പേരോട് ബൈബിൾ പറയാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു മീഡിയമായിട്ടാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ടാണ് ഏതൊരു സമയത്തും ഏതൊരു സാഹചര്യത്തിലും എനിക്ക് എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യത്തിലോ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും വചനം പറയാനായിട്ട് ഞാൻ ഈ മാധ്യമം ഉപയോഗിക്കും. എനിക്ക് നിങ്ങളത് മനസ്സിലാക്കാം. അപ്പം 2 ഹൗസസ് ഉണ്ട്. ഈ 2 ഹൗസസ് ഇസ്രായേൽ ഗ്രഹം, യഹൂദ ഗ്രഹം. ഇതിൽ 10 ഗോത്രങ്ങൾ. ആ 10 ഗോത്രത്തിന്റെ തലവൻ എന്ന് പറയുന്നത് എഫ്രീമാണ്. എഫ്രീമിന്റെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ ഇസ്രായേൽ ഗ്രഹമെന്നും അത് നോർത്തേൺ കിങ്ഡം. യഹൂദ, ബെന്യാമീൻ തുടങ്ങിയ 2 ഗോത്രങ്ങൾ ചേരുന്ന ഇസ്രായേൽ യഹൂദ ഗ്രഹമെന്ന് 2 ഗ്രഹം. ഈ യഹൂദന്മാർക്ക് ജ്യൂസ് എന്ന പേര് വന്നത് തന്നെ ബാബിലോണിൽ വെച്ചാണ്. ജൂഡ അവരവിടെ ചെന്നു. ഈ ബാബിലോൺകാർ വന്ന് അടിമകളാക്കിയത് ഈ ജൂഡ ഗ്രഹത്തെ, ഇസ്രായേൽ ഗ്രഹത്തെ അടിമയാക്കിയത് അസീറിയാണ്. നിങ്ങൾ മനസ്സിലാക്കും. ഈ അസീറിയ അടിമയാക്കിയ ഈ 10 ഗോത്രത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, കാണാതെ പോയ ഇസ്രായേൽ ഗ്രഹത്തിന്റെ ആടുകൾ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഈ 10 ഗ്രഹത്തിൽ ഒരാളാണ് കാണാതെ പോയ മുടിയംപുത്രൻ. മനസ്സിലായോ? അപ്പൊ മുടിയംപുത്രന്റെ കഥയൊക്കെ എടുത്തിട്ട് അടിച്ച് നമ്മുടെ വിശ്വാസികളെല്ലാം എടുത്തിട്ട് കൊല്ലുന്ന ഉപദേശിമാരെ ശ്രദ്ധിച്ചോണം. ഈ മുടിയംപുത്രൻ എന്ന് പറയുന്നത് 10 ഗോത്രമാണ്. 10 ഗോത്രമാണ്. ഈ 10 ഗോത്രത്തെ മടക്കി കൊണ്ടുവരിക എന്നതാണ് കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ ഉദ്ദേശം. അപ്പോസ്തലനായ പൗലോസിനെ പരിച്ഛേദനക്കാരുടെ അപ്പോസ്തലനാക്കി. ആരാ? യഹൂദയുടെയും ബെന്യാമിൻ ഗോത്രത്തിന്റെയും. ഈ ഞാൻ മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലേവ്യ ഗോത്രം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ ലാൻഡിലാണ് സ്പ്രെഡ് ചെയ്ത് കിടന്നവർ. 10 ഗോത്രക്കാർ എന്ത് ചെയ്തു? അവരെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. തിരിച്ച് നേരെ ഇവര് യഹൂദ ഗ്രഹത്തിലേക്ക് വന്നു. അങ്ങനെ യഹൂദ ഗ്രഹത്തിനകത്ത് ബെന്യാമിൻ ഗോത്രവും യഹൂദ ഗോത്രവും കൂട്ടത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഇസ്രായേലിലെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാരായ ലേവ്യരും ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇത് വരും. അപ്പൊ ഈ 10 ഗോത്രമാണ് നമ്മൾ വേദോസ്തത്തിൽ പറയുന്ന ജാതികൾ. ശ്രദ്ധിക്കണേ, ജാതികൾ. നമ്മുടെ ചേട്ടന്മാരെല്ലാം അങ്ങ് പ്രസംഗിക്കുമല്ലോ, ജാതികളുടെ സംഖ്യ പൂർത്തിയാകുവോളം ഇസ്രായേലിന്റെ വംശം നേരിട്ടിരിക്കും. ഏതുവാ ജാതിയുടെ സംഖ്യ? എന്തുവാ ജാതിയുടെ സംഖ്യ? മേജർ പ്രോഫറ്റ് യൂബർട്ട് ഏഞ്ചൽ ഒരിക്കൽ പറയുന്നത് കേട്ടിങ്ങനെ, ജാതികളുടെ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ന്യൂയോർക്കിലുള്ള ഒരാൾ യേശുക്രിസ്തുവിനെ എപ്പോൾ സ്വീകരിക്കും, മേ ബി അദ്ദേഹമായിരിക്കും ലാസ്റ്റ് പേഴ്സൺ. ആ പേഴ്സൺ എപ്പോഴാണോ യേശു കർത്താവ് എന്ന് പറയുമ്പോൾ ദാറ്റ് മേ ബി എ ലാസ്റ്റ് പേഴ്സൺ ഫ്രം ദ ജെന്റൈൽസ്, ദാറ്റ് മൊമെന്റിൽ റാപ്ചർ സംഭവിക്കും. രസമുണ്ടല്ലേ? കാരണം ജാതിയുടെ സംഖ്യ എന്താന്ന് യൂബർട്ടേഞ്ചിൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം യൂബർട്ടേഞ്ചിൽ പോയിട്ട് ഏത് പഠിക്കണം. എനിക്കിതൊക്കെ ഉണ്ടല്ലോ പുച്ഛമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ പുച്ഛമാണ് എനിക്ക് നിങ്ങളോട്. പുച്ഛമാണ്. കാരണം എന്നറിയുമോ, ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വേദോസം പഠിച്ചിട്ട് വേണം ജനത്തെ പഠിപ്പിക്കാൻ. MBBS അഡ്മിഷൻ കിട്ടി കഴിഞ്ഞിട്ട് ഉടനെ ചെവിയിൽ ഒരു സ്റ്റെത്തും വെച്ചിട്ട് അങ്ങ് ഇറങ്ങുമോ? ഒരു കോട്ട് വിട്ടിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? അവർ ചികിത്സിക്കുന്ന രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? ഈ അവസ്ഥയാണ് ഇന്നത്തെ യേശുക്രിസ്തുവിന്റെ മക്കൾക്ക് പറ്റിയത്. കോട്ട് വിട്ടുകൊണ്ട് കുറെ പുള്ളികൾ അങ്ങ് ഇറങ്ങി. ഇവർ പറയുന്നതെല്ലാം വേദവാക്യമാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് മൊണ്ണകൾ. ഞാൻ ആ വാക്ക് ഉപയോഗിച്ച് എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ വാക്ക് അറിയത്തില്ല. അന്യഭാഷ വേണമെന്ന് എന്താ ഞാൻ പറയാം.
ജാതികളുടെ സംഖ്യ എന്ന് മനസ്സിലാക്കാദ്യം. എന്തോ ജാതികളുടെ സംഖ്യ എന്ന് ആദ്യം മനസ്സിലാക്കണം. ജാതികളുടെ സംഖ്യ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം പോയി യാക്കോബ് ജോസഫിന്റെ 2 മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യ. അവിടെയാണ് ഈ ജാതികളുടെ സംഖ്യ എന്ന് പറയുന്ന വിഷയത്തിന്റെ മർമ്മമുള്ളത്. മനസ്സിലാക്കുപോയി. മനസ്സിലാകാൻ കൂടുതൽ ആഗ്രഹമുണ്ട്, യു ജസ്റ്റ് ഗോ ടു നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോവുക. അതിനകത്ത് ഞാനത് കൊടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ മാറി മാറി കൊടുത്തു. ഞാൻ ഒരു മെസ്സേജ് തന്നെ ഇപ്പൊ മാറി മാറി ഇടുക. കാരണം എന്താ പറയുമ്പോൾ ഇത് ജനത്തിന്റെ കാതിലെത്തണം. കാരണം ഇത് കേൾക്കാൻ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഉപദേശി തന്റെ വിശ്വാസികളോട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു ഓഡിയോ എന്റെ കയ്യിലെത്തി. അത് ആ ചർച്ചിനകത്ത് ഒരു 3-4 പേര് നമ്മുടെ മെസ്സേജുകൾ കേട്ട് വചനം അനുസരിച്ച് സമാധാനത്തിൽ ജീവിക്കുന്നവർ. ഉപദേശി പറയുന്നത് കേട്ട് ജോൺ ലോറൻസ് എന്ന് പറയുന്ന ഒരു മഹാക്രൂരനായ വീണുപോയ, പറഞ്ഞ അദ്ദേഹത്തിന് കൊടുത്ത പറഞ്ഞ വീണുപോയ, കൃപയിൽ നിന്ന് വീണുപോയ ദുരുപദേശം പ്രസംഗിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ദുരുപദേശകനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുറക്കുക പോലും അരുത്. തുറന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്ന വ്യാപാര ശക്തി നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നു കയറും. ഇതാണ് ഒരു ഉപദേശ വിശ്വാസികൾക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ. അപ്പം അത് ഓഡിയോ എടുത്തിട്ട് എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, നല്ലതാ, കുഴപ്പമില്ല, നല്ലതാ മോനെ, നല്ലതാ. ജോൺ ലോറൻസ് വഴിതെറ്റിയവരാണ് ഇപ്പോൾ IPCയിൽ അടി ഉണ്ടാക്കുന്നവർ, ഇല്ലേ? ജോൺ ലോറൻസ് വചനം പ്രസംഗിച്ചുകൊണ്ടാണ് ചർച്ച് ഓഫ് ഗോഡും സ്റ്റേറ്റും ഡിവിഷനായിട്ട് 2ആയിട്ട് പിരിഞ്ഞേ, ഇല്ലേ? ഇല്ലേ? ജോൺ ലോറൻസ് വഴക്കുണ്ടാക്കിയതുകൊണ്ടാണ് IPC AGക്കകത്ത് ഇങ്ങോട്ടും ഫിലിപ്പ് സാറങ്ങ് ചത്തുപോയി, അടി ഉണ്ടായതല്ലേ? ജോൺ ലോറൻസ് കാരണമല്ലേ? എന്തോ ഏട്ടാ, നിങ്ങൾക്ക് പേടിയാടോ, നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊട്ടാരം പൊളിഞ്ഞു പോകുന്ന ഭയം. അപ്പം തിരുവെഴുത്ത് എങ്ങനെയും ആളുകളുടെ കാതിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റെങ്കിൽ നിങ്ങൾ തിരുവെഴുത്ത് വെച്ച് എന്നെ തിരുത്തണം പ്രിയപ്പെട്ടവരെ. ഞാൻ വലിയൊരു ക്രൂരനായ മനുഷ്യനല്ല. എൻ്റെ മുഖഭാവമോ അല്ലെങ്കിൽ എൻ്റെ ഷെയ്പ്പോ അത് എൻ്റെ ജന്മനിലുണ്ടായത്, എൻ്റെ അപ്പനും അമ്മയിൽ നിന്ന് കിട്ടിയ ഷെയ്പ്പാണ്. എനിക്കിങ്ങനെ ശാലീനമായ മുഖമൊന്നും കാണത്തില്ല. എല്ലാവരെയും പാസിഫൈ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് എനിക്ക് അറിയത്തില്ല. എനിക്ക് നിങ്ങളെ ഇങ്ങനെ സോപ്പിടാനൊന്നും അറിയത്തില്ലെന്നേ. ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറയും. എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമില്ല. ഞാൻ ക്രൂരന, നിങ്ങളെന്നെ തിരുത്തിക്കോ, ഞാൻ മാനസാന്തരപ്പെടാന്നേ. ഇതിലേതെങ്കിലും ഒരാൾ ഞാൻ പറയുന്നത് വേദപുസ്തക പ്രകാരം തെറ്റാണെന്ന് വചനം വെച്ച് തെളിയിച്ചാൽ ഞാൻ അത് അടുത്തൊരു വീഡിയോയിൽ ആ മനുഷ്യനെ പരാമർശിച്ച് തൊഴുകയോടെ ഞാൻ മാപ്പ് പറഞ്ഞ് എന്നോട് എനിക്ക് അബദ്ധം പറ്റിയെന്ന് ഞാൻ പറയുമെന്നേ, പറയും. ഞാൻ യേശുക്രിസ്തുവിന്റെ ഫോളോവറോ സഹോദര, അല്ലാതെ ഞാൻ ഏതോ ഒരു പിന്മാറ്റത്തിൽ എവിടെയോ. എന്തോന്ന് പിന്മാറ്റം ഒരു രോഗമാ സഹോദര. പിന്മാറ്റം ഒരാൾക്ക്, ഞാൻ ഈ പള്ളി വരുന്നില്ല, അവന്റെ അകത്ത് വന്നൊരു രോഗമാണ്. അത് ചികിത്സിക്കേണ്ടതാ. ലോകത്തിൽ ഏതെങ്കിലും ഡോക്ടർമാർ ഭയങ്കരമായിട്ട് പനി 105 106 ഡിഗ്രി പനിയൊക്കെ പിടിച്ചോണ്ടൊരു കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡോക്ടറെ 106 ഡിഗ്രി പനിയാണോ? എങ്കിൽ പറ്റത്തില്ല പോട്ട് കളഞ്ഞിരുന്നു പറയൂ. എത്രത്തോളം ഒരാൾക്ക് പ്രോബ്ലം ഉണ്ടോ അത്രത്തോളം ഡോക്ടർ ഭയങ്കര ക്യൂരിയസ് ആണ്, ഭയങ്കര അലേർട്ടായിരിക്കും. അപ്പൊ ഞാൻ ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് തിരുത്താം. നമ്മൾ സഹോദരങ്ങളാണ്. എല്ലാവരും നിങ്ങൾ എന്നെ സഹോദരനായിട്ട് അംഗീകരിക്കുന്ന എനിക്കത്തില്ല. പക്ഷെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് പറയാം, വി ആർ ഗോഡ്സ് ചിൽഡ്രൻസ്, വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. യു ക്യാൻ കറക്റ്റ് മീ. ഞാൻ തിരിച്ചു പോകട്ടെ, ബോറടിപ്പിക്കട്ടെ. ഇനി ഇവിടെ ഈ രണ്ട് ഗ്രഹത്തിനകത്താണ് മുഴുവൻ കാര്യങ്ങളും കിടക്കുന്നത്. സകല പ്രവാചകന്മാരും ഇസ്രായേൽ ഗ്രഹത്തിൽ പ്രവചിച്ചവരുണ്ട്, യഹൂദ ഗ്രഹത്തിൽ പ്രവചിച്ച പ്രവാചകന്മാരും. ഈ 2 രീതിയിലാണ് ദൈവം പ്രവാചകന്മാരെ അയച്ചത്. അതായത് ഇസ്രായേൽ ഗ്രഹത്തോട് പ്രവചിച്ച പ്രവാചകനുണ്ട്, യഹൂദ ഗ്രഹത്തോട് പ്രവചിച്ച പ്രവാചകന്മാരുണ്ട്. ഇതില് ഈ 2 ഗ്രഹത്തിലും ഒരുപോലെ പ്രവചിച്ച പ്രവാചകന്മാർ, ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നിങ്ങൾക്ക് ആദ്യമേ തരാം. അങ്ങനെ ഈ ഇസ്രായേൽ ഗ്രഹത്തിലും യഹൂദ ഗ്രഹത്തിലും ശുശ്രൂഷിച്ച പ്രവാചകന്മാർ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. അതില് പ്രമുഖനായ വ്യക്തി യെശയ്യാവാണ്. നമുക്കറിയാം, തുടക്കത്തിൽ ആരംഭത്തിൽ
യെശയ്യാവിന്റെ പ്രവചനം പൂർണ്ണമായിട്ട് യഹൂദ ഗ്രഹത്തോടാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ പറയുന്നത്. യഹൂദ മുഴുവൻ ഇസ്രായേൽ ഒന്നല്ല, രണ്ടാണ്. ഈ ആരംഭത്തിൽ ജൂഡയുടെ പ്രവചനം എന്ന് പറയുന്നത് യെശയ്യാവിന്റെ പ്രവചനം എന്ന് പറയുന്നത് ജൂഡ ഗ്രഹത്തോടാണ്, ഹൗസ് ഓഫ് ജൂഡ. അതിനുശേഷം അദ്ദേഹത്തിന്റെ മിനിസ്ട്രി നേരെ എങ്ങോട്ടും കൂടെ സ്പ്രെഡ് ചെയ്തു. എഫ്രീമിനോടുകൂടെ സംസാരിക്കാൻ തുടങ്ങി. അതായത് യെശയ്യാവ് 7 മുതൽ 11 വരെയും 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഈ രണ്ട് ഗ്രഹത്തിനും വരാൻ പോകുന്ന ജഡ്ജ്മെന്റ് പ്രവചിച്ചു. വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. ജെറേമിയാവ് അദ്ദേഹത്തിന്റെ ആരംഭ ശുശ്രൂഷ യഹൂദ ഗ്രഹത്തിലായിരുന്നു. അതായത് ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ദേവാലയം നശിക്കാൻ പോകുന്നു, നിങ്ങളെ അടിമകളാക്കാൻ പോകുന്നു, നിങ്ങൾ 70 സംവത്സരം ബാബേൽ രാജാവിനെ സേവിക്കാൻ പോകുന്നു എന്നുള്ള പ്രവചനങ്ങളെല്ലാം തന്നെ കൊടുത്തത് എവിടെയാണ്? ജെറമ്യ ഫസ്റ്റ് യഹൂദ ഗ്രഹത്തോടാണ്. എന്നിട്ട് ഇസ്രായേൽ ഗ്രഹത്തോടുകൂടെ പിന്നെ അദ്ദേഹം ഭാവിയിൽ എന്ത് ചെയ്തു? അതിനുശേഷം ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും ദൈവം എങ്ങനെയാണ് ഒന്നാക്കാൻ പോകുന്നതും കൂടെ ഇദ്ദേഹം പ്രവചിച്ചു. അത് നമ്മൾ ജെറമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും 31-ാമത്തെ അധ്യായത്തിലും നമുക്കത് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ വേദഭാഗങ്ങൾ വായിക്കും. യെസക്കിയേലിന്റെ പ്രവചനം പ്രൈമർലി ആരംഭത്തിൽ അദ്ദേഹം പ്രവചിച്ചത് ബാബിലോണിലെ എക്സൈൽ ടൈമിൽ, അതായത് ബാബിലോണിലെ ജനങ്ങള് പ്രവാസികളായിട്ട് ബാബിലോണിൽ ഇസ്രായേൽ മക്കൾ പ്രവാസികളായിട്ടിരുന്ന സമയത്താണ് യെസക്കിയേൽ പ്രവചിക്കുന്നത്. അദ്ദേഹം യഹൂദ ഗ്രഹത്തിൽ നിന്നുള്ള ആളാണ്. യഹൂദയ്ക്ക് വരാൻ പോകുന്ന യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചു. മാത്രമല്ല ഇസ്രായേൽ ഗോത്രങ്ങളുടെ സ്കാറ്റർ ആയി പോകുന്നതിനെ കുറിച്ചും പ്രവചിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, 2 ഗ്രൂപ്പും പ്രവചിക്കുന്നുണ്ട്. ഇപ്പൊ യെസക്കിയേല് യഹൂദ ഗ്രഹത്തിനെ കുറിച്ചും പ്രവചിച്ചു, ഇസ്രായേൽ ഗ്രഹത്തെ കുറിച്ചും പ്രവചിച്ചു. പ്രത്യേകിച്ച് യെസക്കിയേൽ 37-ാം അധ്യായം ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും 2 വടികൾ വീണ്ടും ഒന്നാകുന്നതിനെ കുറിച്ചും പ്രവചിച്ചു. വളരെ മനോഹരമാണ് ഇവരുടെ പ്രവചനം. എന്നാൽ അതുപോലെ തന്നെ ഹോശയ, 4-ാമത്തെ പ്രവചനം ഹോശയാണ്. അദ്ദേഹത്തിന്റെ ആരംഭ മിനിസ്ട്രി എന്ന് പറയുന്നത് നോർത്തേൺ കിങ്ഡം, ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിന്റെ പ്രവാചകനായിരുന്നു. അദ്ദേഹം ഇസ്രായേൽ ഗ്രഹത്തോട് പ്രവചിച്ചു. ഹോശയ പ്രവചനം 5-ാം അധ്യായത്തിൽ 6-ാം അധ്യായം വായിക്കുമ്പോൾ 12-ാം അധ്യായം വായിക്കുമ്പോൾ ഇതേ ഹോശയ യഹൂദ ഗ്രഹത്തോടും പ്രവചിക്കുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം പ്രവാചകന്മാരയക്കുമ്പോൾ പ്രൈമറി ഒരു ഗ്രഹത്തോടും അതിന്റെ മറുഭാഗത്ത് മറ്റു ഗ്രഹത്തോടുമുള്ള നിലയിൽ സംസാരിച്ചു. മീക പ്രവാചകനും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം യഹൂദ ഗ്രഹത്തിലാണ് ആദ്യം ശുശ്രൂഷിച്ചത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എവിടെയാണ് ആരംഭിച്ചത്? നമുക്കറിയാൻ പറ്റും. മീകയുടെ പ്രവചനം 1-ാമതിൽ വിച്ച് ഹി സോസ് കൺസേൺ സമരിയെ കുറിച്ച് അദ്ദേഹം പ്രവചനം കാണുന്നുണ്ട്. ഇസ്രായേലിനെ, യെരുശലേമിനെ കുറിച്ച്, യഹൂദയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രവചനം കാണുന്നുണ്ട്. മീക 2 ഗ്രഹത്തിന്റെയും പ്രവാചകനായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവർ 2 ഗ്രഹത്തിന് വരാൻ പോകുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ചും പ്രവചിച്ചു. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു ബൈബിൾ സ്റ്റഡി ആയിട്ട് തന്നെ നിങ്ങൾ പോകട്ടെ. അതുപോലെ ആമോസ് എന്ന് പറയുന്ന ആൾ, ആമോസ് വാസ് ഫ്രം ജൂഡ, യഹൂദ ഗ്രഹത്തിൽ നിന്ന് വന്നു. ദൈവം അവനെ ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് അയച്ചു. യഹൂദ ഗ്രഹത്തോടുള്ള പ്രവചനം, ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ തന്നെ പറഞ്ഞു. 2 രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ആമോസ് പ്രവചിച്ചു. സെക്കറിയ പ്രവാചകൻ, നമുക്കറിയാം അദ്ദേഹം പോസ്റ്റ് എക്സൈൽ പ്രൊഫറ്റാണ്. അതായത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷമുള്ള പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫസീസ് അഡ്രസ്സസ് ദ ഹോൾ ഹൗസ് ഓഫ് ഇസ്രായേൽ, മുഴുവൻ ഇസ്രായേലിനെ കുറിച്ചുള്ളതായിരുന്നു. അത് സെക്കറിയാവിന്റെ പ്രകാരം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ കാണാൻ പറ്റും. മാത്രമല്ല യഹൂദ ഗ്രഹത്തെക്കുറിച്ചും താനെ പ്രവചിച്ചു. 4-ാമത്തെ പ്രോഫറ്റ് മലാക്കിയാണ്. മലാക്കി 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അദ്ദേഹം മെയിൻലി പ്രവാസത്തിൽ നിന്ന് തിരികെ വന്ന യഹൂദ ഗ്രഹത്തോടും മുഴുവൻ ഇസ്രായേലിനോടും പ്രവചിക്കുന്നു. ഇങ്ങനെ 7-8 പ്രവാചകന്മാർ ഈ 2 ഇടങ്ങളിൽ മാത്രമായിട്ട് പ്രവചിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് മാത്രം അയച്ച പ്രവാചകന്മാർ ആരൊക്കെയെന്നാണ്. ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് മാത്രം അയക്കപ്പെട്ട പ്രവാചകന്മാർ 4 പേരായിരുന്നു പ്രധാനമായിട്ട്. അതൊന്ന് എലൈജ,
ശ്രദ്ധിച്ചേക്കണം. എലൈജ, ദ ഫസ്റ്റ് പ്രോഫറ്റ് സെൻഡ് ബൈ ഗോഡ് ടു ദ ഹൗസ് ഓഫ് ഇസ്രായേൽ. എലൈജ അദ്ദേഹമാണ് ദ ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ് ഇൻ ദ ഹൗസ് ഓഫ് ഇസ്രായേൽ. അദ്ദേഹം ആഹബ് രാജാവിനെയും ഇസബേൽ എന്ന് പറഞ്ഞ രാജ്ഞിയെയും ബാലിന്റെ പ്രവാചകന്മാരെയും കൃത്യമായ നിലയിൽ ചലഞ്ച് ചെയ്ത പ്രവാചകനാണ് എലിയ. നമുക്കറിയാം, ഒരുപാട് കാര്യം ചെയ്തു. ആകാശത്ത് തീയിറക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, കള്ളപ്രവാചകന്മാരുടെ കൃത്യമായ നിലയിൽ നേരിട്ടു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഏലിയാവിന്റെ ശുശ്രൂഷ സംബന്ധിച്ചു. ഏലിയാവിന്റെ മിനിസ്ട്രിയുടെ തുടർച്ചയാണ് എലീശ. എലീശ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോഫറ്റ് അല്ല, ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ മിനിസ്ട്രി ഓഫ് എലൈജ. എലീശയാണ് നമുക്കറിയാൻ പറ്റും നോർത്തേൺ കിങ്ഡത്തിലാണ് കൂടുതൽ ശുശ്രൂഷ ചെയ്തത്. മോസ്റ്റ് ഓഫ് ഹിസ് മിനിസ്ട്രി വാസ് ഇൻ നോർത്തേൺ കിങ്ഡം. അദ്ദേഹം ജഹോറാം എന്ന് പറയുന്ന രാജാവിന്റെ കാലത്ത്, ജേഹു എന്ന് പറയുന്ന നേതാവിന്റെ കാലത്ത്, യഹോവാഷ് എന്ന് പറയുന്ന രാജാവിന്റെ കാലത്തൊക്കെയും ഭരണം നടത്തിയ, നോർത്തേൺ കിങ്ഡത്തിൽ ഭരണം നടത്തിയ രാജാക്കന്മാരുടെ കാലത്ത് പ്രവചിച്ച പ്രവാചകനാണ് എലീശ. ഇവർ രണ്ടുപേരെയും ദൈവം അയച്ചു. മൂന്നാമത് വന്നത് ഹോശയാണ്. ഇത് നമുക്കറിയാൻ പറ്റും, ഹോശയുടെ പ്രവചനം വായിക്കാൻ മനസ്സിലാവും. നാലാമത് വന്നത് ആമോസ് ആണ്. ആമോസ് യൂദാഗ്രഹത്തിലാണ്. പക്ഷെ ദൈവം യൂദാഗ്രഹത്തിലുള്ള ആമോസിനെ എങ്ങോട്ട് അയച്ചു? ഇസ്രായേൽ ഗ്രഹത്തേക്ക് അയച്ചു. അദ്ദേഹം നേരെ പോകുന്നത് ബെഥേലിലാണ് പോകുന്നത്. ബെഥേലായിരുന്നു നോർത്തേൺ കിങ്ഡത്തിന്റെ മേജർ നോർത്തേൺ വർഷിപ്പ് സെന്റർ എന്ന് പറയുന്നത് അവിടെയാണ്. അദ്ദേഹവുമായിട്ട് ഏറ്റവും കൂടുതൽ എതിരായി നിന്നത് ജെറോബയാം സെക്കൻഡ് എന്ന് പറയുന്ന, രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിൽ ഇത്രയും പേരുണ്ട്. അതായത് നമ്മൾ നേരത്തെ 8 പേരുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ 4 പേരെ കാണുന്നു. അത് 2 പേര് മാത്രം പുതുതായിട്ടുണ്ട്, എലിയാവും എലീശയും. ഇസ്രായേൽ ഗ്രഹത്തിന്റെ, ശ്രദ്ധിച്ചു കേൾക്കണേ, വരാൻ പോകുന്ന ജഡ്ജ്മെന്റ്. എന്തോർക്ക് വരാൻ പോകുന്ന ജഡ്ജ്മെന്റ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. യഹൂദ ഗ്രഹത്തിനും ജഡ്ജ്മെന്റ് വരാൻ പോകുന്നു, അത് ബാബിലോണിൽ നിന്നും. ഇസ്രായേൽ ഗ്രഹത്തിനും ജഡ്ജ്മെന്റ് വരാൻ പോകുന്നു, അത് അസീറിയയിൽ നിന്നും. ഈ അസീറിയയിൽ നിന്ന് വരുന്ന ജഡ്ജ്മെന്റ് ഇവരെ എന്ത് ചെയ്യാൻ പോവാ? ഇവിടെ നിന്ന് അടിമകളാക്കിയിട്ട് പലയിടങ്ങളിലേക്ക് അവർ ചിതറിപ്പാമ്പു. അപ്പം യഹൂദ ഗ്രഹം ബാബിലോണിലോട്ട് പ്രവാസികളായിട്ട് പോകുന്നു. അതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഗ്രഹം അസീറിയയിൽ ആക്രമിക്കപ്പെടുകയും അസീറിയ വിവിധ ജാതികളെ ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേൽ കൊണ്ടുവന്ന് പാർപ്പിച്ച്, സമേരിയ എന്നൊക്കെ പറയുന്ന നമ്മൾ കാണുന്ന ശമരിയ എല്ലാം തന്നെ ഈ അസീറിയ കൊണ്ടുവന്ന് പാർപ്പിച്ചവരാ. ഇതിനകത്ത് ചരിത്രങ്ങൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. ഇവർ ലോകം മുഴുവൻ ചെതറിപ്പോയത് നമുക്കറിയാൻ പറ്റും. പത്രോസ് ലേഖനം എഴുതുമ്പോൾ, യാക്കോബ് ലേഖനം എഴുതുമ്പോൾ ഒക്കെ അവരുടെ തുടക്കത്തിൽ പറയുന്ന കണ്ടിട്ടില്ലേ, ഇന്ന സ്ഥലങ്ങളിൽ ചെതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർ. അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ്തിന് എന്ന ആകാശത്തിനുള്ള സകല ജാതികളിൽ നിന്നും കടന്നു വന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ. യഹൂദന്മാർ താമസിക്കേണ്ട വാഗ്ദത്തദേശത്തല്ലേ, പക്ഷെ ഇപ്പൊ ഏദേശത്തൊക്കെയാ? മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും ചിതറിപ്പോയി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ബാബിലോൺ രാജാവ് യഹൂദഗ്രഹത്തെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ യെരുശലേമിനെ നശിപ്പിച്ചിട്ട് സമ്പത്തെടുത്തു. ഈ ജനത്തെ എല്ലാവരും എങ്ങോട്ട് കൊണ്ടുപോയി? ബാബിലോണോട്ട് കൊണ്ടുപോയി. ഒരു സ്ഥലത്തുണ്ട്. പക്ഷെ ഇസ്രായേൽ ഗ്രഹം ലോകത്തിന്റെ അന്നുണ്ടായിരുന്ന ജനവാസമുള്ള പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. ശ്രദ്ധിക്കുക. അപ്പം ഏലിയാവിന്റെ മിനിസ്ട്രിയുടെ പർപ്പസ്, ഏലിയ വൺ ദ ഫസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ് ഇൻ ദ നോർത്തേൺ കിങ്ഡം. അപ്പൊ നോർത്തേൺ കിങ്ഡത്തിൽ വന്ന പ്രോഫറ്റിനെയാണ് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാള് വരുന്നതിന് മുമ്പ് ദൈവം അയക്കാൻ പോകുന്ന പ്രവാചകനായി കണ്ടിരിക്കുന്നത്. ആശയം മനസ്സിലാവുന്നുണ്ടോ? നോർത്തേൺ കിങ്ഡത്തിലെ പ്രവാചകനെയാണ് ദൈവം സദേൺ കിങ്ഡത്തിൽ, ഏത് സദേൺ കിങ്ഡം? യഹൂദഗ്രഹത്തിലെ പ്രവാചകനായിട്ട് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങളിത് ഈ ഒരു റെവലേഷൻ നിങ്ങളുടെ അകത്ത് വന്നില്ല. ഞാൻ പറയുന്നത് ഒന്നും നിങ്ങൾക്ക് പിടികിട്ടത്. നമ്മുടെയൊക്കെ മൈൻഡിൽ ആകണ ഇസ്രായേൽ എന്ന് പറഞ്ഞ 12 ഗോത്രം അല്ല, 10 ഗോത്രങ്ങൾ ചിതറിപ്പോയി, ലോകവുമായിട്ട് മിക്സ് ചെയ്തു.
ഈ ഗലീല എന്നൊക്കെ പറഞ്ഞ ജാതികളുടെ നാടാണ്. ദെക്കപ്പുരി എന്നൊക്കെ പറഞ്ഞ ജാതികൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ ജനതയെ മുഴുവൻ ചെതറി കിടക്കും. 12 ഗോത്രം 12 പീസായിട്ട് കിടക്കും. എന്നാൽ നോർത്തേൺ കിങ്ഡത്തിൽ വന്ന എലിയാവിന്റെ ആത്മാവോടുകൂടെ സദേൺ കിങ്ഡത്തിലേക്ക്, യഹൂദിയയിലേക്ക് ദൈവം ഒരു പ്രവാചകനെ അയക്കുകയാണ്. ആ പ്രവാചകൻ വന്നത് ലേവ്യ ഗോത്രത്തിൽ പിറന്ന പ്രവാചകൻ, യോഹന്നാൻ സ്നാപകൻ. എന്തുകൊണ്ട് ദൈവം യോഹന്നാനെ ഏലിയാവിന്റെ ആത്മാവോട് അയച്ചു? ഞാൻ മനസ്സിലാക്കിയൊരു ട്രൂത്ത് പറയാം. എലൈജായുടെ പബ്ലിക് മിനിസ്ട്രി വാസ് ഇൻ ദ നോർത്തേൺ കിങ്ഡം. നോർത്തേൺ കിങ്ഡത്തിൽ തന്റെ മിനിസ്ട്രി അവസാനിച്ചത് ഒരു ഡിപ്പാർച്ചറോട് കൂടെയാണ്. ഏലിയാവും എലീശയും തമ്മിൽ യാത്ര പുറപ്പെടുന്നു. ഗിൽഗാലിൽ നിന്ന് പുറപ്പെടുന്നു, എരികോവിൽ ബെതേലിൽ നിന്ന് പുറപ്പെടുന്നു, ഗിൽഗാലിൽ നിന്ന് പുറപ്പെടുന്നു, ബെതേലിലെത്തുന്നു, ബെതേലിൽ നിന്ന് നേരെ ജെറിഹോവിലെത്തുന്നു, ജെറിഹോവിൽ നേരെ യോർദാനിൽ കരയെത്തുന്നു, യോർദാൻ കടക്കുന്നു, യോർദാൻ അക്കരയെത്തുന്നു. നമുക്ക് ഈ ജേണി എല്ലാവർക്കും അറിയാൻ പറ്റും. 2 Kings chapter 2. ഇവിടെ യോർദാന്റെ അക്കരെ എത്തിയ ശേഷം, ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ടു ദാറ്റ് വേഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ബൈബിൾ പഠനമായതുകൊണ്ട് നിങ്ങൾ സമയം എടുത്ത് കേൾക്കുന്നുണ്ട്. യു കൻ ഗോ ടു 2 Kings chapter 2. അവര് ഏലിയാവ് പുതപ്പ് മടക്കി 8ാമത്തെ വാക്യം ഇങ്ങോട്ടും ഇങ്ങോട്ടും യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു വരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞു. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇരട്ടി പങ്കെന്ന് പറഞ്ഞാൽ അത് ആദ്യജാതന്റെ അനുഗ്രഹമാണ്. എപ്പോഴും നിങ്ങളിത് ആദ്യജാതന്റെ അനുഗ്രഹമാണ്. എന്തുകൊണ്ട് ആദ്യജാതൻ അനുഗ്രഹം കൊടുക്കുന്നു? 2 മടങ്ങ്. ഈ അപ്പൻ 2 മടങ്ങ് അനുഗ്രഹം മൂത്ത മകന് കൊടുക്കാൻ കാരണം, അപ്പന്റെ കാലത്തിന്റെ ശേഷം അപ്പന്റെ മറ്റു മക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു പരാധീനത, തോൽവി, നഷ്ടം വന്നാൽ, കടബാധിതനായാൽ അവനെ വീണ്ടും ആ കടത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുവാൻ മൂത്ത പുത്രന്റെ സമ്പത്ത് കൊണ്ട് സാധ്യമാകണം. ഇതാണ് ആദ്യജാതന് ഡബിൾ പോർഷൻ കൊടുക്കാൻ കാരണം. ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അടുത്ത തലമുറയിൽ തന്റെ സഹോദരങ്ങളെ വീണ്ടെടുക്കേണ്ടതിന്, മടക്കിക്കൊണ്ടുവരേണ്ടതിന്, കടം മാറ്റേണ്ടതിന് ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? മൂത്തപുത്രനുള്ളതാണ്. ഇതേ ചിത്രമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. മുടിയൻപുത്രന്റെ കഥ മുഴുവൻ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുന്നേ. മുടിയൻപുത്രന്റെ കഥ ഭയങ്കര ഒരു ശ്രേഷ്ഠമായ കഥയാണ്. തട്ടിപ്പിച്ച കാളക്കുട്ടിയെ അങ്ങോട്ട് അറുത്തു. എന്തിന്റെ ബേസിലാണെന്നറിയോ? മൂത്ത പുത്രന്റെ സമ്പത്തിലാണ്. കാരണം മൂത്ത പുത്രനാണ് ഡബിൾ പോർഷൻ. എലീശ അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ആകാശത്തോട്ട് ഇങ്ങനെ പറന്നു പോകുന്ന ഏലിയാവിനെ കണ്ടിട്ട് പറഞ്ഞത്, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് പറഞ്ഞിട്ട്, എന്റെ ദൈവമേ, എങ്ങനെ വിളിച്ചത്? എലീശയെ വിളിച്ചത് എലീശ, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയും എന്ന് തന്നെ വിളിച്ചു. എന്റെ പിതാവേ എന്ന് വിളിച്ചതിന് അർത്ഥം എന്താ? എന്റെ യജമാനെ എന്നല്ല വിളിച്ചത്, ഗ്രേറ്റ് പ്രോഫറ്റ് എന്നല്ല വിളിച്ചത്, മേജർ പ്രോഫറ്റ് എന്നല്ല വിളിച്ചത്, മൈ ഫാദർ, മൈ ഫാദർ. ദാറ്റ് മീൻസ്, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു വിഷയം ഉണ്ട്. മൈ ഫാദർ എന്ന് വിളിക്കാൻ കാരണം, ഈ സന്ദർഭത്തിൽ എന്തെങ്കിലും എലിയാവിൽ നിന്ന് എലീശയ്ക്ക് വരണമെങ്കിൽ അത് പുത്രത്വത്തിന്റെ ബേസിലേ വരത്തുള്ളൂ. ഡബിൾ പോർഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് ബോൺ, ആദ്യജാതൻ. അപ്പൊ ആദ്യജാതന്റെ അനുഗ്രഹം അത്. ആദ്യജാതന്റെ അനുഗ്രഹം അത്. എന്തിനാ ഈ ആദ്യജാതന്റെ അനുഗ്രഹം? ഞാൻ എപ്പോഴും പറയുന്നത്, എലൈശ എന്ന് പറയുന്നത് ഒരു ഓൾഡ് കവന്റെ ഒരു ഇമേജറി, ഒരു പ്രധാന സംഭവം, ഒരു പ്രധാന ഇവന്റ് ആണ്, പ്രധാന ടൈമാണ്. ഇവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്ഭുതങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. ഞാൻ ഒന്നും കൂടെ തിരിച്ചു വരാം. 1ാമത്തെ പുറപ്പാട് മോശയുടെ പുറപ്പാട്. മിസ്രൈമിലായിരുന്ന ജനത്തെ അടിമ വീട്ടിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്നതായ ഈ മോശയുടെ പുറപ്പാട്. നിങ്ങൾക്കറിയുമോ? അത്ഭുതങ്ങളുടെ കലവറയാണ്. മിറാക്കിൾസ് ആഫ്റ്റർ മിറാക്കിൾസ്.
എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ദൈവം എന്തെങ്കിലും അത്ഭുതം ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിന്റെ എന്തോ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഇത് ഇന്ന് ലോകത്തിന്റെ ഞാൻ കുറെ വർഷങ്ങൾ ദയവായിട്ട് ഞാൻ അനേകരോട് പറയാം, ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ദയവ് ചെയ്ത് നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ഞാൻ ചെറിയ പ്രായം മുതൽ അത്ഭുത അടയാളം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു, ദൈവമേ അത് ചെയ്യണേ. പക്ഷെ എന്നെ ദൈവം ഒരിക്കലും വേർഡ് ഓഫ് ഗോഡിന് അപ്പുറത്തേക്ക് വിടാറില്ല. ഞാൻ ലോകത്തിലെ ഏറ്റവും തികഞ്ഞ മനുഷ്യനൊന്നുമല്ല. എല്ലാവർക്കും ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും ഗുരുത്തക്കേടുകളെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് ഒരു വീഴ്ച പറ്റിയെങ്കിൽ എനിക്ക് ഒത്തിരി വീഴ്ചകൾ പറ്റിയ മനുഷ്യൻ. നിങ്ങൾ 100 പ്രാവശ്യം വീണ ഞാൻ 1,00,000 പ്രാവശ്യം വീണവൻ. കഴിഞ്ഞിടയ്ക്ക് ഒരിക്കൽ തിരുവനന്തപുരത്തുള്ള ഒരു ഉപദേശി, എപ്പോഴും വെള്ളം മാത്രം ഇടുന്നൊരു ഉപദേശിയുണ്ട്, ഭയങ്കര നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞു. പുള്ളിക്കാരൻ അങ്ങേരുടെ പ്രസംഗമൊന്നും ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അദ്ദേഹം വീണുപോയ വേലക്കാരനാണ്. ഇവന് മറുപടി സത്യം പറഞ്ഞാൽ ആ വീണുപോയ ആ പൊസിഷനിൽ നിന്നോണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇയാൾ പറഞ്ഞ സാധനം എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട്, ജോൺ ലോറൻസ് ഒരു പ്രാവശ്യം ഇടാ മോനെ വീണത്, 1,00,000 പ്രാവശ്യം വീണു. ഈ വീഴുക എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമാണെന്ന് എനിക്കറിയത്തില്ല. വേദപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് വീഴ്ച പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരം. ഒരാൾ കോപിച്ചാൽ തന്നെ വീണെന്ന്. 1,00,000 അല്ല, അതിൽ കൂടുതൽ പ്രാവശ്യം വീണിട്ടുണ്ട്. 1,00,000 പ്രാവശ്യം ഞാൻ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 1,00,001 പ്രാവശ്യം എനിക്ക് എഴുന്നേക്കാനും പറ്റിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആളുകളെ കുറ്റപ്പെടുത്തരുത്. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്ന് പറയുന്നത്, ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് അത് ഞാൻ വിട്ടിട്ട് വരിക. ഇവിടെ ഡബിൾ പോർഷൻ ഈസ് ഫോർ ദ ഫസ്റ്റ് ബോൺ ആരായി മാറി? നമ്മുടെ എലീശയായിട്ട് മാറി. എലീശയാണ് ഫസ്റ്റ് ബോൺ. ഏലീശ ബോധപ്പെടുക്കുന്നു, നമുക്കറിയാം, തിരികെ വരുന്നു. ഏലിയാവ് ചെയ്ത ശുശ്രൂഷ ബാക്കി ചെയ്തു. കർത്താവ് അനുസരിച്ച് ഞാൻ അതും കൂടെ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ എനിക്ക് ഈ വീഡിയോ പറയാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല, കാരണം ഒരുപാട് സമയമെടുത്ത് കേൾക്ക്. ഏലിയാവിന്റെ മിനിസ്ട്രിയുടെ സമാപനം, മിനിസ്ട്രി അവസാനിച്ചില്ല. ഏലിയാവിനെ ദൈവം എന്ത് ചെയ്തു? ചുഴലിക്കാറ്റിലെടുത്തു. ഞാൻ ആ ഭാഗത്തിലേക്ക് ഒന്ന് വരിക. ഇവിടെ നമ്മുടെ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നത്, അതിന് അവൻ നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. നമ്മൾ ഈ ഇരട്ടി അഭിഷേകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ യോഗങ്ങളിൽ കണ്ടിട്ടേ, റിവൈവൽ മീറ്റിംഗ്, ഡൽഹി, ഞാൻ കുറെ മീറ്റിങ്ങിനൊക്കെ പോയതാ പറഞ്ഞത്. സത്യം പറയാം, മനസ്സിന് മടുപ്പാണ് എനിക്കിങ്ങനെയുള്ള മീറ്റിങ്ങുകളൊന്നും പ്രസംഗിക്കാൻ താല്പര്യമില്ല. എനിക്ക് വചനം പറയാൻ താല്പര്യമുണ്ട്. അതിനെനിക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കാറുണ്ട്, രാവും പകൽ ഉപയോഗിക്കാറുണ്ട്. ഡബിൾ പോർഷൻ, 2 മടങ്ങ് അനുഗ്രഹം എന്നൊരു ഇതൊക്കെ അർത്ഥം അറിയാതെ കടന്ന് ഒരു കാര്യം പറയാം, ക്രിസ്തുവിന്റെ മാർഗം സത്യമാർഗമാണ്. പുത്തനെറുശലേമിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പുത്തനെറുശലേം എന്ന് പറഞ്ഞാൽ സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമെന്ന്. സ്വച്ഛമായ പരിശുദ്ധമായ സ്ഫടികം പോലിരിക്കുന്ന തങ്കം. ലോകത്തൊരിടത്തും സ്ഫടിക തങ്കമില്ല. ദർ ഇസ് നോ ക്രിസ്റ്റൽ ഗോൾഡ്. എല്ലാ ഗോൾഡും ട്രാൻസ്പെറന്റ്, ഒരു ഗോൾഡും ട്രാൻസ്പെറന്റ് അല്ല. ബട്ട് ദ ന്യൂ ജെറുസലേം, ന്യൂ കവനന്റ് എന്ന് പറയുന്നത്, ചർച്ച് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ഗോൾഡാണ്. അതിനകത്ത് ഹിഡൻ പാർട്ട് ഇല്ലെന്ന് അറിയണം, കള്ളമില്ല. പിന്നെ നമ്മുടെ യോഗങ്ങളിൽ പറഞ്ഞ എന്താ സത്യമുള്ളൂ ആലോചിച്ചു. നിങ്ങളൊന്ന് ഒരാളുടെ പ്രസംഗം എടുക്ക്, 1/2 മണിക്കൂർ പ്രസംഗം എടുക്ക്, എത്ര കള്ളം പറയുന്നുണ്ട്. ദൈവം നിങ്ങളെ സ്ഥിതി മാറ്റിയിട്ടേ ഇവിടുന്ന് വിടത്തുള്ളൂ. സത്യമായിട്ട് സ്ഥിതി മാറ്റിയിട്ടാണോ അവരെ വിട്ടത്? ഇന്നിവിടെ അസാമാന്യമായതെല്ലാം നടക്കാൻ പോവുക. എന്തെങ്കിലും അസാമാന്യം നടന്നിട്ടുണ്ടോ? ഇവിടെ ചില മേജർ ഷിഫ്റ്റ് നടക്കാൻ പോകും. എന്തോന്ന് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്? നിങ്ങൾ അവിടെ നിന്ന് വേദപുസ്തകമായിട്ട് ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞിട്ടില്ലേ സംസാരിച്ചേ? അത് കള്ളമല്ലേ? ആ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഷിഫ്റ്റും നടന്നില്ലെങ്കിൽ, അയ്യോ അടുത്ത പ്രാവശ്യമെങ്കിലും നടത്താമെന്ന് ഒരു അപ്പോളജി നിങ്ങൾക്കുണ്ടോ? 1.5 മണിക്കൂർ 1,00,000 കള്ളം പറഞ്ഞിട്ട് സത്യസഭയാന്ന് പറഞ്ഞു പോവുക. ആലോചിച്ച് നോക്കി, എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി ക്ലെയിം നടത്തുന്നത്? ക്രിസ്തുവിന്റെ സഭ കൃത്യമായി ഡബിൾ പോർഷൻ, ട്രിപ്പിൾ ദർ ഇസ് നോ സച്ച് തിങ്. അങ്ങനെ ഒന്നില്ല.
അങ്ങനെ ഒന്നില്ല. ഡബിൾ പോർഷൻ ഈസ് ഫോർ ദ ഫസ്റ്റ് ബോൺ. ഇതൊരു നിഴലാണ്. ദൈവം അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ ചെയ്തതിന്റെ കാരണം അത് വരാൻ പോകുന്ന വലിയൊരു സംഭവത്തിന്റെ നിഴലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അങ്ങ് പറയാം, യഹോവയുടെ വലതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് ദൈവം ഏലിയാവിനെയാണ് അയക്കാൻ പോകുന്നതെങ്കിൽ ഏലിയാവ് ആരംഭിച്ച ശുശ്രൂഷയെ തുടർന്ന് നിവർത്തിക്കാൻ പോകുന്നത് എലീശയാണെങ്കിൽ യോഹന്നാ സ്നാപകൻ എന്ന് പറയുന്ന ആ പ്രവാചകന്റെ ശുശ്രൂഷ ഏറ്റവും ഒടുവിൽ പൂർത്തീകരണത്തിലേക്ക് വരുത്താൻ പോകുന്ന യേശുക്രിസ്തുവാ. അപ്പൊ യേശുക്രിസ്തുവും യോഹന്നാനും തമ്മിലുള്ള ആ മിനിസ്ട്രിയുടെ റിലേഷൻഷിപ്പാണ് നമ്മൾ എലിയാവിലും എലീശയിലും കാണുന്നത്. കാരണം യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ ഏകജാതൻ, അവനാണ് ഡബിൾ പോർഷൻ. അതുകൊണ്ട് ആ ഡബിൾ പോർഷൻ ക്രിസ്തുവിന് വരാൻ പോകുന്നു എന്നതിന്റെ നിഴലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യോർദാന്റെ കരയിൽ എലീശ 2 മടങ്ങ് ആത്മാവിനെ ചോദിച്ചത്. ചോദ്യത്തിന് മറുപടി എന്ന് പറയാം, നീ പ്രയാസമുള്ളതാണ് ചോദിച്ചത്. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്കൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ, വല്ലാത്ത ക്ലോസാ കൊടുത്തില്ലേ, ഞാൻ നിന്റെ മുമ്പിൽ എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നു എങ്കിൽ. സത്യമായിട്ട് ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ നിന്റെ അടുക്കൽ നിന്ന് ആലോചിച്ചു, ഞാൻ നിന്റെ മുമ്പിൽ എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നു എങ്കിൽ എന്തുവായിരിക്കും അതിന്റെ അർത്ഥം? നീ എന്നെ കാണുന്നു എങ്കിൽ. ഈ കാണുക എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ ഹീബ്രു വേർഡ് റാഹ് എന്ന വേർഡ്. ആക്ച്വലി അതൊരു ഫിസിക്കലി ഇങ്ങനെ കാണുന്ന ഒരു ചിത്രമല്ല, മറിച്ച് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഇൻസൈറ്റ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഹീബ്രുവിന്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഞാൻ ഈ നിങ്കൽ നിന്ന് എടുക്കപ്പെടുന്നത് നീ കാണുക എന്ന് പറയാം. ഞാൻ ഈ എടുക്കപ്പെടുന്നതിന്റെ, ഞാൻ ഒന്ന് പറയാൻ ശ്രദ്ധിച്ചേക്കണം, ഞാൻ ഈ എടുക്കപ്പെടുന്നതിന്റെ, എനിക്കത് പറഞ്ഞു തരുന്നത് എങ്ങനെ, ഞാൻ ഈ എടുക്കപ്പെടുന്നത് നിനക്ക് സ്പിരിച്വലി കാണാൻ പറ്റുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ നീ എടുക്കപ്പെടുന്ന ആ ആക്ഷൻ, അതിന്റെ റിയാലിറ്റി എന്തെന്ന്, അതിന്റെ സ്പിരിച്വാലിറ്റി എന്തെന്ന് നിനക്ക് പെർസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ മേലുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിനക്ക് കിട്ടുന്നു. അപ്പം ഈ എടുക്കപ്പെടുന്നതിന് ഒരു പ്രാധാന്യതയുണ്ട്. എന്തുവാ എടുക്കപ്പെടുന്നതിന്റെ പ്രാധാന്യം? ഇവിടെ സഹസ്രം ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരിക്കുന്നത് ഏലിയാവിനെ ദൈവം എടുത്തോണ്ട് അങ്ങോട്ട് പോയെന്ന്. സ്വർഗത്തിൽ ഒരു കൂസലില്ലാതെ എല്ലാവരും പ്രസംഗിക്കുക, ഏലിയാവും മോനഹാനൂക്കും മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മലയാളത്തിലൊക്കെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ വേദവശത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടുവരുന്ന ചെറിയ പാകപ്പഴയിൽ ഒന്നാണ് എടുത്തോണ്ടങ്ങ് മേളിൽ പോയി സ്വർഗത്തിൽ പോയെന്നൊക്കെ പറയും. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, അങ്ങനെയും ആശ്വസിക്കട്ടെ. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെന്നൊന്നും ബൈബിളിൽ ഇല്ലെന്നേ. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായെന്നാ, അത്രേ ഉള്ളൂ. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അഗ്നിരഥവും അഗ്നിയശവും വന്നു അവരെ തമ്മിൽ വേർപിരിച്ചു. രണ്ടുപേരെ തമ്മിൽ വേർപിരിച്ചു. അപ്പൊ ഇവര് തമ്മിൽ വേർപിരിയുന്നത് എന്തുകൊണ്ടാണ്? അഗ്നിരഥം അഗ്നിയശം എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഞാനങ്ങനെ പറഞ്ഞു, ഇത് തീയാണ്, ഒരു ഫയർ വന്നിട്ട് ഇങ്ങനെ ഇവർ തമ്മിൽ വേർപിരിയുന്നു. അങ്ങനെ ഏലിയാവ് അഗ്നിരഥത്തിൽ കയറി പോയെന്നല്ല എഴുതിയേക്കുന്നത്. എപ്പോഴും ഈ മേഘം, ഞാനെപ്പോഴും പറയുന്നത് ക്ലൗഡ് ഈസ് ദ ചാരിയറ്റ് ഓഫ് ദ കിങ് എന്നാണ് പലപ്പോഴും സഭയിലെ പഴയ പിതാക്കന്മാർ, നമ്മുടെ ചർച്ച് ഫാദേഴ്സ് ഒക്കെ പറയാറ്. ക്രൈസ്റ്റ് ദ ക്ലൗഡ് ഈസ് ദ ചാരിയറ്റ് ഓഫ് ദ കിങ്. മഹാരാജാവും ദൈവത്തിന്റെ രഥമാണ് ക്ലൗഡ് എന്നൊക്കെ പറയും. ഇവിടെ അഗ്നിരഥവും അഗ്നി അശ്വവും വന്ന് തമ്മിൽ വേർതിരിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം വിശദീകരിക്കുന്നില്ല, ഇടുക. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറി എന്നൊക്കെ ഉള്ളതിന് ഇംഗ്ലീഷൊക്കെ പോയി വായിച്ചാൽ മതി. അവിടെ സ്വർഗത്തിലേക്ക് കയറി എന്ന് പറഞ്ഞ ഉടനെ
ഹെവൻസ് എന്ന് എഴുതിക്കുന്നു ഇംഗ്ലീഷിൽ. അതിൻ്റെ അർത്ഥം ആകാശത്തേക്ക് അങ്ങ് പോയത്, ജസ്റ്റ് ഹയർ. അപ്പൊ ഇവിടെ നമ്മൾ പറയേണ്ട ട്രൂത്ത് ഉണ്ട്. നമ്മുടെ പഴയ അപ്പച്ചന്മാരൊക്കെ പാടിയിട്ടുണ്ട്. ഈ പിതാക്കന്മാരെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല, കാരണം ഇവരാരും എൻ്റെ പിതാക്കന്മാരൊന്നും അല്ല. നമ്മൾ ഇടയ്ക്കിടെ നമ്മുടെ പിതാക്കന്മാർ, എനിക്ക് ഇങ്ങനെ ഒരു പിതാവില്ല, എനിക്ക് ആപ്പറ ഒരു അപ്പനേ ഉള്ളൂ. അത് എന്നെ ഭൂമി ജനിപ്പിച്ചപ്പം 2 എൻ്റെ സ്വർഗീയ പിതാവ്. കാണുന്നവരെ എല്ലാം അപ്പാന്ന് വിളിക്കേണ്ട അവസ്ഥ ഒന്നും ദൈവമൊക്കെ ആവശ്യമൊന്നുമില്ല. അത് ആളുകളെ സോപ്പിടാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഈ IPC-ക്കാർക്കാണ് ഇതിൻ്റെ ഈ രോഗം കൂടുതൽ. പിതാക്കന്മോ, കഴിഞ്ഞ ദിവസം വേട്ടമല പറഞ്ഞൊരു ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. ഈ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായ ശാസ്ത്രി കൊടുത്ത വ്യാഖ്യാനം, തൻ്റെ പഴയ നിന്നും പുതിയ നിന്നും എടുത്തു കൊടുക്കുന്ന എന്തുവാ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് പറയും, അത് അങ്ങനെ ഈ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായ ശാസ്ത്രിമാരിൽ കഴിഞ്ഞ തലമുറയിൽ ചിലരുണ്ടായിരുന്നു. അത് KE എബ്രഹാമും TG ഉമ്മച്ചനും പിന്നെ വേറെ ഏതാരോടെ പേര് പറഞ്ഞു. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഇവരുടെയൊക്കെ ജീവിതം പോയി നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഇവരെല്ലാം തമ്മിൽ തല്ലും, ഇവരെല്ലാം രാഷ്ട്രീയമോഹവും, ഇവരെല്ലാവരും സ്ഥാനമോഹികളും, എല്ലാ മാനുഷിക സ്വാതന്ത്ര്യമുണ്ട്. ഇവരാണ് സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായ ശാസ്ത്രി എന്നൊക്കെയാണ്. എന്നിട്ടാ മർമ്മം മഹദിയാം എന്നുള്ളൊരു പുസ്തകം, ഒരു ആനമണ്ടത്തര പുസ്തകം എഴുതി വെച്ചേക്കുന്നത്, സ്വർഗരാജ്യത്തിന്റെ ശാസ്ത്രി. ഞാൻ ചാലഞ്ച് ചെയ്യൂ, ഐ എം ചാലഞ്ചിങ് യു IPC പീപ്പിൾ, ബ്രിങ് ദാറ്റ് ബുക്ക്. കൊണ്ടോ വെളിയിൽ. മർമ്മം മഹദിയാം ബാബിലോൺ എന്ന പുസ്തകം ആന മണ്ടത്തരം ഞാൻ തെളിയിക്കാം. ആലോചിച്ചു നോക്ക്, സ്വർഗരാജ്യത്തിന്റെ ശാസ്ത്രം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേക്കണം, ഞാനങ്ങ് വിടുക, ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കയറി വരും. അപ്പം ഈ സ്വർഗത്തിലേക്ക് അങ്ങ് എടുത്തോണ്ട് പോയി എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലേ. ഏലിയാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോയി, മറ്റേ ആളെയും സ്വർഗത്തിൽ കൊണ്ടുപോയി. ബൈബിൾ പഠിക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സ്വർഗത്തിലേക്ക് എങ്ങനെ ഒരാൾക്ക് പോകാൻ പറ്റും? നിത്യജീവൻ വേണ്ടേ? നിത്യജീവൻ ആരിലൂടെ ലഭിക്കും? യേശുക്രിസ്തുവിലൂടെ ലഭിക്കത്തുള്ളെന്ന്. യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ എപ്പോൾ ലഭിക്കും? വരുവാനുള്ള ലോകത്ത്, അതായത് യേശുവിന്റെ സെക്കൻഡ് കമ്മിന് ശേഷം കിട്ടുന്നത്. അതായത് ഏലിയാവായാലും ഹാനോക്കായാലും ഈ ചേട്ടന്മാരാരായാലും ഇവരാരും സ്വർഗത്തിൽ പോയിട്ടില്ല. തെളിവുണ്ടോ? ഉണ്ടെന്നേ. യോഹന്നാൻ 3:13 പോയി വായിക്കുന്നേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വന്ന ആൾ പറഞ്ഞ ഒരുത്തനും അവിടെ വന്നിട്ടില്ലെന്ന്. അപ്പൊ നിങ്ങളുടെ ഈ ഏലിയാവും ഹാനോക്കും എവിടെ പോയി? എവിടെ പോയെന്ന് പറ നിങ്ങൾ. ഇതുപോലെയുള്ള കഥകളാണ് നമ്മൾ മുഴുവൻ സഭയെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. ഏലിയാവ് സ്വർഗത്തിലോട്ട് പോയി, ഹാനോക്ക് സ്വർഗത്തിലോട്ട് പോയി. ഇവരാരും സ്വർഗത്തിൽ പോയില്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഏലിയാവിനെ എടുത്ത് ചുഴലിക്കാറ്റിലല്ലേ കൊണ്ടുപോയ? തേജസ്കരിക്കപ്പെട്ടതല്ലോ. കാറ്റ് എവിടെ കൊണ്ടുവന്ന് പറ? കാറ്റ് പൊക്കിയെടുത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടിട്ടോണം. അതുകൊണ്ടാണ് താഴെ നോക്കി ശിഷ്യന്മാര് താഴോട്ട് വരുമ്പോൾ പറഞ്ഞൊരു വചനം, യജമാനെ എന്തോ ഞങ്ങൾ അടിയങ്ങളോട് കൂടെ 50 ബലശാലിയുണ്ട്, അവർ ചെന്ന് നിന്റെ യജമാനെ അന്വേഷിക്കട്ടെ, യഹോവയുടെ ആത്മാവ് അവനെ എടുത്ത് വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടാവും. അവർക്ക് തന്നെ ബോധമുണ്ട്. അവർ പറഞ്ഞു അങ്ങനെ സ്വർഗത്തിലൊന്നും പോയി കണ്ടത്, അങ്ങനെ വല്ല മലയെ കൊണ്ടിട്ട് കാണുമെന്ന്. ശരിയാണത്. വാസ്തവത്തിൽ ഏലിയാവിനെ ദൈവം അവിടെ നിന്ന് എന്ത് ചെയ്തു? നേരെ എടുത്ത് യഹൂദിയ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇതാണ് അതിന്റെ റിയാലിറ്റി. അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി അത് കണ്ടുപിടിക്കുക, നോക്കുക. ഉണ്ട്, കൃത്യമാണ്. ഏലിയാവും ഹാനോക്കും സ്വർഗത്തിലേക്ക് പോയിട്ടില്ലെന്നും അവർ മരിച്ചുപോയെന്നും ബൈബിൾ വെച്ച് തെളിയിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഉണ്ടെന്നേ. എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഇടാം, നോക്കട്ടെ. അപ്പൊ ഏലിയാവ് സ്വർഗത്തിൽ പോയിട്ടില്ല. ഏലിയാവിനെ ദൈവം എടുത്ത് എങ്ങോട്ട് കൊണ്ടുപോയി? അല്ല പിന്നെ ഈ ചുഴലിക്കാറ്റ് സ്വർഗം വരെ പോകും? എനിക്കറിയത്തില്ല. എത്രയോ ദൂരം കഴിയുമ്പോഴത്തേന് വായുമണ്ഡലം കഴിഞ്ഞു, അന്തരീക്ഷം കഴിഞ്ഞു. പിന്നെ കോടാനുകോടി കിലോമീറ്റർ മേളിൽ കിടക്കുക. അവിടെ അങ്ങ് വായുവില്ല, കാറ്റുമില്ല, ഒന്നുമില്ല. ചുഴലിക്കാറ്റ് അങ്ങ് 1000 കോടി വാനഗോളങ്ങളെ താണ്ടി, അങ്ങനെയൊക്കെ പറയാമല്ലോ.
നമ്മൾ പറയാറില്ലേ, അങ്ങനൊന്നും ഇല്ലെന്ന് നമ്മൾ ഈ ആളുകൾ പാടി വെച്ചേക്കും. നമ്മളെല്ലാവരും മരിച്ചു കഴിയുമ്പോൾ അങ്ങനെ 1000 കോടാനുകോടി ഗോളങ്ങളെയൊക്കെ താണ്ടി പറന്നങ്ങ് പോയിട്ട് വേറെ എവിടെ, അങ്ങനൊന്നും ഇല്ലെന്നേ. ഹെവൻ എന്ന് പറയുന്നത് സ്പേസും ടൈമും ഇല്ലാത്ത സ്ഥലം, ഇറ്റേണൽ, ഇൻഫിനിറ്റ് ആണ്. ദൈവം നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ലേ? ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കൂടെ ആയിരിക്കും, അത്രേ ഉള്ളൂ. അതവിടെ അങ്ങനെ. ദയവായിട്ട് കള്ളങ്ങൾ പറയാതിരിക്കും. സ്തോത്രം. ഇനി ഞാനിങ്ങനെ സരസമായിട്ട് പല പല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി സമയം കിട്ടുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കുന്ന കട്ട് ചെയ്തിട്ട് പോകട്ടോ, ഞാൻ ബാക്കിയോടെ പറയാം. അപ്പം ഏലിയാവിനെ ദൈവം എവിടെ കൊണ്ടുപോയി? ഏലിയാവിനെ ദൈവം നേരെ ഇസ്രായേലിൽ നിന്ന് കാറ്റെടുത്തോണ്ട് പൊക്കിയെടുത്ത് യോർദാന്റെ കരയിൽ നിന്ന് നേരെ യഹൂദിയ നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം, യഹൂദിയ ഇസ്രായേൽ നാട്ടിൽ വളരെ വളരെ പ്രതിസന്ധികളാണ്. നമുക്കറിയാം, ആഹബുണ്ട്, മറ്റ് രാജാക്കന്മാര്, പല 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 പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അവിടെ നേരെ അദ്ദേഹത്തെ എടുത്തങ്ങ് മാറ്റി തന്റെ ശിഷ്ടകാലം താൻ വി ഡു നോട്ട് നോ വെയർ ഹി സ്പെൻഡ് ഇറ്റ്, ബട്ട് ദർ ഇസ് ഓൺലി വൺ ക്ലൂ. അത് മാത്രം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് വിടാം. ദയവായിട്ട് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്താട്ടെ. 2 ദിനവൃത്താന്ത പുസ്തകം 21-ാമത്തെ അധ്യായം, അതിന്റെ 12-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 21:12. 21:12. ഇത് യഹോരാം എന്ന് പറയുന്ന യഹോഷാഫാത്തിന്റെ മകനാകട്ടെ. നിങ്ങൾ 1 മുതൽ വായിക്കാൻ സമയമില്ല, ഞാൻ വായിക്കുന്നില്ല. ഇവിടെ യഹോരാം എന്ന് പറയുന്ന ആള് യഹൂദ നാട്ടിൽ ഭരിക്കുക. അതേസമയം ആഹബിന്റെ മകനായ അവന്റെ പേര് ഏകദേശം യഹോറാം എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. അവൻ അവിടെ ഇസ്രായേൽ നാട്ടിൽ ഭരിക്കും. ഇവിടെ യഹോറാം എന്ന് പറയുന്ന ആള് അവന്റെ അപ്പനായ യഹോഷാഫാത്തിനെ പോലെ മര്യാദയ്ക്ക് ജീവിക്കാതെ യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തൊക്കെയും ചെയ്യുന്നുണ്ട്. ദൈവം അവനെ കുറിച്ച് കർശനമായ പ്രവചനങ്ങൾ നൽകാൻ തുടങ്ങി. അങ്ങനെ യഹൂദാഗ്രഹത്തിന്റെ, ഇസ്രായേൽ ഗ്രഹത്തിന്റെ പ്രവാചകനായിരിക്കുന്ന എലിയാവ് അവന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട്, അവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് നേരെ അടുത്തൊരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അയാൾ എവിടെ കൊണ്ടുവരികയാണ്? യഹൂദാഗ്രഹത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് യഹൂദാഗ്രഹത്തിൽ യഹോഷാഫാത്തിന്റെ മകനായ യഹോറാമിന് ഒരു കത്ത് നോക്കിയേ, വായിച്ചേ. 21:12. അതായത് അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യെരൂശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി യഹൂദയെ തെറ്റിച്ചു കളഞ്ഞു. യഹോറാം അവന് ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നതെന്തെന്നാ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്ന കത്ത, നീ നിന്റെ അപ്പനായ യഹോഷാഫാത്തിന്റെ വഴികളിലും യഹൂദ രാജാവായ ആസയുടെ വഴികളിലും നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടക്കുകയും ആഹാബ് ഗൃഹത്തിന്റെ പരസംഗം പോലെ യഹൂദിയെയും യെരൂശലേം നിവാസികളെയും പരസ്യം ചെയ്യുമാറാക്കുകയും നിന്നേക്കാൾ നല്ലവരായ നിന്റെ പിതൃഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്യുക കൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുക്കളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിന ദീനമുണ്ടാകും. യഹോവ ഫെലിസ്ത്യരുടെയും കൂശ്യരുടെയും സമീപത്തുള്ള കാര്യങ്ങൾ ഇവിടാണ് പ്രവചനം. എവിടുന്ന? ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്നൊരു കത്ത് വന്നു. ചുഴലിക്കാറ്റിൽ, നിങ്ങൾ ടൈം നോക്ക്, ടൈം ലൈൻ നോക്ക്, പരിശോധിക്കുക. ജീവിച്ചിരുന്ന അപ്പം പുള്ളി ആഹബ് മരിച്ച ശേഷം ഇതെല്ലാം ടൈമാണ്. യെരൂശലേം, ഇസ്രായേൽ ഗ്രഹം, യഹൂദഗ്രഹം. ടൈം ലൈൻ നോക്കുമ്പോൾ ഏകദേശം താൻ ചുഴലിക്കാറ്റിൽ മുകളിലോട്ട് ആകാശത്തേക്ക് പൊങ്ങിപ്പോയി പറന്നുപോയതിന്റെ 10 വർഷം കഴിഞ്ഞപ്പോ എലിയാവ് യഹോറാമിന് കത്തെഴുതുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടുന്ന് കത്തെഴുതി? സ്വർഗത്തിൽ നിന്ന്. കത്താര് കൊണ്ട് കൊടുത്തു? ഗബ്രിയേൽ കൊണ്ട് കൊടുത്തു. അങ്ങനെയും വിശ്വസിക്കും നമ്മുടെ ആളുകൾ. നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. ഏലിയാവിന്റെ പക്കൽ നിന്ന് കത്ത് വരണമെങ്കിൽ ഏലിയാവ് ഭൂമിയിൽ അപ്പോഴുണ്ട്. കാറ്റെടുത്തോണ്ട് മോളിൽ പോയില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നൊരു സാരം ഇത്രയേ ഉള്ളൂ. എങ്ങനെ പറഞ്ഞു തരേണ്ടത് എനിക്കറിയത്തില്ല. എന്തുകൊണ്ട് ദൈവം ഏലിയാവിനെ ആത്മാവോട് അയച്ചു? ഇദ്ദേഹത്തിന് 2 സ്ഥലത്ത് ശുശ്രൂഷയുണ്ട്. ഒന്ന്
ഇസ്രായേൽ ഗ്രഹത്തിൽ മിനിസ്ട്രി ഉണ്ട്, 2 യഹൂദ ഗ്രഹത്തിൽ മിനിസ്ട്രി ഉണ്ട്. 2 ഗ്രഹത്തിനും സംഭവിക്കാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച് ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിന് ദൈവത്തിന്റെ പക്കൽ നിന്ന് ദൂതുണ്ട്. പക്ഷെ ഒരു വലിയ സംഭവം ഇൻ ബിറ്റ്വീൻ നടന്നു. എലൈജ വാസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ടു ദ ഹൗസ് ഓഫ് ജൂഡ. ഇത് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു ആ പുള്ളി അവിടുന്ന് പോയ ശേഷം 10 വർഷം, 10 വർഷം ആരാ ശുശ്രൂഷിക്കുന്നത് ഇവിടെ? എലീശ. അപ്പൊ എലീശയുടെ കാലഘട്ടത്തില് പ്രധാനമായിട്ടൊരു ചിത്രം ഞാൻ വായിച്ചത് മനസ്സിലാക്കിയത് പറയാം. ട്രാൻസ്ലേറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ദാറ്റ്സ് ദ മിനിസ്ട്രി ഓഫ് എലൈജ. നിങ്ങൾക്കറിയാമോ, മിശിഹാ തമ്പുരാന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം AD 70 ഇതിൽ തത്തുല്യമായൊരു സംഭവമാണ് നടന്നത്. നമ്മുടെ ആളുകൾ അതിനെ റാപ്ചർ എന്ന് വിളിക്കും. എടുത്തോണ്ട് പോയി റാപ്ചർ. ഞാൻ റാപ്ചർ വിശ്വസിക്കുന്നു, പക്ഷെ എടുത്തോണ്ട് സ്വർഗത്തിലോട്ട് പോകുന്ന റാപ്ചറിലല്ല, മറിച്ച് ഓൾഡ് കവനന്റ് സിസ്റ്റത്തിൽ നിന്ന് ന്യൂ കവനന്റ് സിസ്റ്റത്തിലേക്ക്, അക്ഷരികമായ പ്രമാണത്തിൽ നിന്ന് ആത്മീക പ്രമാണത്തിലേക്ക്, അക്ഷരിക യെരൂശലേമിൽ നിന്ന് ആത്മീക യെരൂശലേമിലേക്ക് വിശുദ്ധന്മാരെ എടുത്തോണ്ട് പോകുന്ന റാപ്റ്റിയോ, എടുത്തോണ്ട് പോകുന്ന മിനിസ്ട്രിയാണ് റാപ്ചർ. നമ്മൾ ആ റാപ്ചറിന്റെ ചിത്രം കാണുന്നത് ഏലിയാവിലാണ്. ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഫ്രം വൺ realm to another realm. That is the part of the ministry of Elijah. എനിക്ക് തോന്നുന്നു ഈ യോഹന്നാൻ വന്നിട്ട് യേശുക്രിസ്തുവിന്റെ ഭൗതിക ലോകത്തെ ശുശ്രൂഷയെ കുറിച്ചൊന്നും പ്രവചിച്ചില്ല. യേശുക്രിസ്തുവിന്റെ 2ാം വരവിന്റെ മെസ്സേജുകളാണ് പ്രസംഗിച്ചത്. So God sent Elijah. The John the Baptist with the spirit of Elijah. കാരണം ഇവരുടെ മിനിസ്ട്രിക്കകത്ത് കാലത്തിന്റെ അവസാനത്തിൽ, യഹൂദ ന്യായപ്രമാണത്തിന്റെ അവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ സംബന്ധിച്ച ഗൗരവമായ വെളിപ്പാടുകൾ മറഞ്ഞു കിടക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, why God sent Elijah? Why God sent Elijah? Elijah is a picture of transition from one place to another. God sent the prophet John with the spirit of Elijah. ഞാൻ ഒരു കുഞ്ഞു കാര്യം കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഇത്രയും സമയമെടുത്ത്, എനിക്ക് ലോങ് ടൈമാണ്, ബട്ട് ഐ വിൽ ഫിനിഷ് വെരി ക്വിക്ലി. അതിനുശേഷം ഐ വിൽ ടീച്ച് യു ദ തേർഡ് പാർട്ടിൽ ഞാൻ പറയാൻ പോകുന്ന അടുത്ത കാര്യം, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഐ വോണ്ട് ടു സ്റ്റോപ്പ്, വേഗത്തിൽ നിർത്തണം. നിങ്ങൾക്കറിയാമോ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ യോഹന്നാനെ കുറിച്ച് പറയാൻ യോഹന്നാന്റെ അടുക്കൽ നിന്ന് ശിഷ്യന്മാർ വന്നു. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഗുരു, വരുവാനുള്ള നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് യേശു ക്രിസ്തു എന്താ ചെയ്യുന്നത് അറിയുമോ? യോഹന്നാന്റെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു അവരോട്, കുരുടൻ കാണുന്നു, മുടന്തം നടക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പിൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം. ഞാൻ ഈ ഒരു പോർഷൻ കൂടെ വിശദീകരിച്ചിട്ട് നിർത്താം. കാരണം ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഹി വാസ് ദ എലൈജ. താഴോട്ട് പറയുന്നു, ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നൽകാം. അപ്പൊ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. ഈ കാരാഗ്രഹവാസത്തിൽ നിശ്ചയമായിട്ട് നിരാശയുണ്ട് സാധാരണ മനുഷ്യൻ നിലയിൽ. കർത്താവ് യേശു ഒരു പക്ഷേ അവനെ സന്ദർശിക്കാൻ പോയെന്ന് എനിക്കറിയില്ല. കർത്താവ് അവനെ അവിടുന്ന് രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെന്നറിയില്ല. അങ്ങനൊന്നുമില്ല. കൃത്യമായിട്ട് യേശു ക്രിസ്തു ആ അറസ്റ്റിനെ സംബന്ധിച്ച് ഒരു കാര്യവും ചെയ്യാതെ, അല്ലെ അദ്ദേഹത്തെ ഒന്ന് എൻകറേജ് ചെയ്തോ, ഒന്നും ചെയ്തില്ല. ജീസസ് വാസ് കണ്ടിന്യൂസ് മിനിസ്ട്രി സംവെയർ. അപ്പൊ ഇദ്ദേഹത്തിന് 100% സംശയം ഉണ്ടായി കാണും. വരാനുള്ള നീ തന്നെയാണ്, അത് ഞങ്ങൾ വേറെ തന്നെ കാത്തിരിക്കണമെന്ന് ചോദിക്കുക. കാരണം സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടത് ഇദ്ദേഹമാണ്. പ്രാവ് ഇറങ്ങി വരുന്നത് കണ്ടത് ഇദ്ദേഹമാണ്.
പക്ഷേ സംശയിച്ചു. കർത്താവ് എന്ത് ചെയ്തു അറിയുമോ? കർത്താവ് ഒരിക്കലും സംശയത്തെ ദൂരീകരിക്കാൻ ഒരു പ്രസ്താവന നടത്തിയില്ല. കർത്താവ് അവിടെ സിമ്പിളായിട്ട് ചെയ്തത്, കുരുടൻ കാണുന്നു, മുടന്തൻ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. ഇത് ഈ കാര്യങ്ങൾ ചെന്നിട്ട് എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയും. എന്നാൽ യോഹന്നാനോട് പോയി പറഞ്ഞാൽ മതി, ഇവിടെ മുടന്തന്മാർ നടക്കുന്നു, കുരുടന്മാർ കേൾക്കുന്നു, ചെകിടന്മാർ ചെവി തുറക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം. അപ്പൊ ഇത് കേട്ടാൽ യോഹന്നാൻ എന്ന പഴയ നിയമത്തിലെ ശ്രേഷ്ഠനായ പ്രവാചകന് കൃത്യമായിട്ടറിയാം ഈ മിറക്കിൾസ് എല്ലാം തന്നെ മെസ്സിയാനിക് സൈനാണ്. മശിക വന്നു, മശികയുടെ വരവിനോടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യത്തിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള അടയാളങ്ങളാണിതെല്ലാം. ഞാൻ ഇനി നേരത്തെ പറയാതെ വിട്ടുപോയൊരു കാര്യം, എന്തിനാ ഈ മിറക്കിൾ? നിങ്ങൾക്കറിയാം 3 സ്ഥലത്താ മിറക്കിൾസ്. ഒന്ന് മോശയുടെ പുറപ്പാടിൽ നടന്നു, രണ്ടാമത്തെ മിറക്കിൾ നടന്നത് ഏലിയാവിന്റെയും ഏലീശയുടെയും കാലത്തിലാണ്. അതിന് ശേഷം ഒരു മിറക്കിളും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു. മൂന്നാമത്തെ സ്ട്രീം ഓഫ് മിറക്കിൾ നടക്കുന്നത് മിശിഹായുടെ ശുശ്രൂഷയിലാണ്, രണ്ടാം പുറപ്പാടിൽ. അപ്പൊ ഒന്നാം പുറപ്പാടും രണ്ടാം പുറപ്പാടിനും നടുവിൽ അത്ഭുതം നടന്ന, ഏറ്റവും അത്ഭുതങ്ങൾ നടന്ന 2 പ്രവാചകർ എലിയോ എലീശു മാത്രം. ആമോസോ ഇവരാരും ഒരു മിറക്കിൾ ചെയ്തിട്ടില്ല. ഇല്ലെന്ന് ഞാൻ അങ്ങ് തറപ്പിച്ച് പറയുകയല്ല, എന്നാലും ഒരു മാസ് മൂവ് ആയിട്ടുള്ള മിറക്കിൾസ് എങ്ങും അവരുടെ കയ്യിലില്ല. ദാറ്റ്സ് വൈ ഗോഡ് സെൻഡ് എലൈജ, ബിക്കോസ് എലൈജ വന്നിട്ട് ആ ഒരു രണ്ടാം എക്സോഡസ് ആരംഭിക്കാൻ പോവുകയാണ്. മോശയുടെ കാലത്ത് നടന്ന പോലെ മിറക്കിൾസ്, ഏലിയാവിന്റെ കാലത്ത് നടന്ന പോലുള്ള മിറക്കിൾസ് യേശുവിന്റെ കാലത്ത് സംഭവിക്കാൻ പോയി. അത് വല്ലതൊക്കെ മനസ്സിലാവുന്നു നിങ്ങൾക്ക്. അപ്പം ഇവിടെ അത്ഭുതം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് അറിയിക്കാൻ പറ്റും. എന്നിട്ട് പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്ത മനുഷ്യൻ. യോഹന്നാൻ പോയ ശേഷം യേശു ക്രിസ്തു പുരുഷാരടുത്ത് പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? ഓട കാണാനോ? മാർദ്ദവസ്ത്രം ധരിച്ചവരെ കാണാൻ. മാർദ്ദവസ്ത്രം ധരിച്ചവർ രാജഗൃഹത്തിലല്ലേ. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം, യേശു ക്രിസ്തു പറഞ്ഞ വാക്ക്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? ഓട കാണാനോ? ഞാൻ അതിന് മാത്രം ഒരു വിശദീകരണം. ഈ ഓട കാണാനോ എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. കാരണം യേശു സംസാരിച്ചത് അവിടുത്തെ ഗലീലിയൻ ഡയലക്റ്റ് ആണ്, അരാമായിക്ക് വേർഷൻ, അരാമായിക്ക് ഇഡിയമാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഷയാണ്, അവരുടെ സംസാര ഭാഷയാണ്. നമ്മുടെ നാട്ടിലും പഴഞ്ചൊല്ലില്ലേ, കാള കിടക്കും കയറോടും. എന്തുവാ? മത്തങ്ങ. പിന്നെ വേറെന്തോന്നു? ഞെട്ടില്ല വട്ടേല എന്നൊക്കെ പറയത്തില്ലേ? എന്തുവാ? പപ്പടം. അപ്പം ഇതിലേതെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ ബാക്കി നിങ്ങൾ പറയും. ഇതുപോലെ ഓട കാണാനോ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്താ? ഓക്ക് കാണാനോന്ന്. എന്തുവാ? ഓട കാണാൻ പോയോ ഓക്ക് കാണാൻ പോയോ എന്ന് ഒരു ചൊല്ലാണ്. ഓടയുടെ പ്രത്യേകത, കാറ്റ് വരുമ്പോൾ വളഞ്ഞു കൊടുക്കും, കാറ്റ് പോകുമ്പോൾ തിരിഞ്ഞു നിൽക്കും. ഒരു കാറ്റിനും പുള്ളി ഓടിക്കാൻ പറ്റില്ല, പുള്ളി എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് കാറ്റ് വന്നാൽ ഇങ്ങോട്ട് മറിയും, അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് മറിയും, വലത്തോട്ടെങ്കിൽ വലത്തോട്ട്, ഇടത്തോങ്കട്ടി വലത്ത്, തനിക്ക് ബോധിച്ച വഴി താൻ വളഞ്ഞു കൊടുക്കും. അതാണ് ഓട. നിങ്ങള് ഓട കാണാനാണോ മരുഭൂമിയിലോട്ട് പോയെന്ന് എന്ന് പറഞ്ഞാൽ, കാറ്റ് വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ഓടയെ കാണാനാണോ നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയെന്ന് ചോദിച്ചതല്ലാതെ. എന്നിട്ട് യേശുവിന്റെ ഉത്തരം പറയാം, നിങ്ങൾ പോയത് ഓട കാണാനല്ല, നിങ്ങൾ പോയത് ഓക്കുമരം കാണാനാണ്. ഓക്കെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തറിയാമോ? കരുത്തുള്ള ഒരു മരം. ആ മരം കാറ്റത്തൊടിഞ്ഞു വളഞ്ഞു കൊടുക്കത്തില്ല. ഇങ്ങനെ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ചില മരങ്ങൾ ഇങ്ങനെ കാറ്റുരുങ്ങി താന്നു കൊടുക്കും, പിന്നെ എന്തിരിക്കും. റബ്ബർ മരമൊക്കെ അങ്ങനെ ചിലതും കുടിഞ്ഞു പോകും കേട്ടോ. ഓക്കുമരം അങ്ങനെയല്ല. ഓക്കുമരം കാറ്റിന് നേരെ ഇങ്ങനെ നിൽക്കും, ശക്തമായി പിടിച്ചു നിൽക്കും. നിവൃത്തിയില്ലെങ്കിൽ വഴങ്ങി കൊടുക്കൂല, വളഞ്ഞു കൊടുക്കൂല. നീ എന്റെ മേൽ കാറ്റടിച്ച ഞാൻ വഴങ്ങത്തില്ല, ഞാൻ ചത്തുപോയാലും വഴങ്ങത്തില്ല. ഇതാണ് യോഹന്നാൻ. യോഹന്നാനെ കുറിച്ച് യേശു പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, കാറ്റ് വരുമ്പോൾ വഴങ്ങിക്കൊടുക്കുന്ന ഓടയല്ല യോഹന്നാൻ. കാറ്റിന്റെ മുമ്പിൽ പ്രതിരോധിച്ച് നിൽക്കും, ഒടുവിൽ നിവർത്തിയില്ല എന്ന് വന്നാൽ വീണ് മരിക്കുന്നവനാണ് യോഹന്നാൻ. നിങ്ങൾ മരുഭൂമിയിൽ പോയത് ഓട കാണാനല്ല, ഓക്കുമരം കാണാനാണ് എന്നാണ് യേശു സംസാരിച്ചത്. നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. യേശു തന്റെ ഗുരുവിനെ കുറിച്ച്, അല്ലെങ്കിൽ തന്റെ
തന്നെ ശുശ്രൂഷയ്ക്ക് മുമ്പോട്ട് വിട്ട് ആദ്യത്തെ ആ മാൻഡേറ്റ് കൈമാറിയ ആളിനെ കുറിച്ചുള്ള പ്രൗഡ്. നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞ കണ്ട യോർദാന്റെ തീരത്ത് വെച്ച് ആത്മാവ് ഇറങ്ങി വരുന്ന കണ്ടവനാ, നോക്കി പിന്മാറിപ്പോയി, കൃപയെന്ന് വീണുപോയി, ഇതൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ പറയാമോ എല്ലാം പറഞ്ഞു. യേശു ഒന്നും പറഞ്ഞില്ല. യേശു ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് മാസ്റ്റർ, പ്രൗഡ് ഓഫ് ദാറ്റ് പ്രോഫറ്റ്. എന്നിട്ട് കർത്താവ് പറയാ, എന്ത് കാണാൻ പോയി? ഒരു പ്രവാചകനെ കാണാനാന്ന് പോയി. നിങ്ങൾ കാണാൻ പോയത് പ്രവാചകനെ അല്ല, പ്രവാചകനിലും ശ്രേഷ്ഠനെയാണ് കാണാൻ പോയത്, ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രവാചകനിലും ശ്രേഷ്ഠനെത്ര. എനിക്ക് പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജിൽ ഒരുപാട് ശാഖകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം ന്യൂ ടെസ്റ്റ്മെന്റുമായി ചേർന്ന് പറയാനുണ്ട്. പക്ഷെ ഞാൻ അതിന് സമയമെടുക്കുന്നതിന് ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു യാത്രയിൽ എപ്പോഴെങ്കിലും നമുക്കിത് പറയാൻ ഞാൻ ശ്രമിക്കും. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിച്ചോട്ടെ. സ്ത്രീകൾ ജനിച്ചു, യോഹന്നൊക്കെ വലിയവനാരില്ലെന്നൊക്കെ യേശു പറഞ്ഞു. ഒടുവിൽ ഞാൻ ആ ഭാഗം വിടുന്നു. ഒടുവിൽ കർത്താവ് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അതിങ്ങനെയാണ് 16-ാം വാക്യം. എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കുകയാണ്? യോഹന്നാനെ കുറിച്ച് പറഞ്ഞിട്ട് താഴോട്ട് പറയും, ഈ തലമുറ, അതായത് യോഹന്നാൻ വന്ന് പ്രസംഗിച്ച ഈ തലമുറ. യോഹന്നാൻ മരിച്ചിട്ടില്ല, യേശു മിനിസ്ട്രിയിലാണ്, 6 മാസത്തെ ഗ്യാപ്പുണ്ട്. ഈ സമയത്ത് യേശു കർത്താവ് ചോദിക്കും, ഈ തലമുറ ഏതിനോടാണ് ഉപയോഗിക്കേണ്ടത്? എന്നിട്ട് കർത്താവ് ഒരു പാരബിളായിട്ട് ചില കാര്യം പറഞ്ഞു. എന്തുവാ? ചന്തസ്ഥലത്തിൽ ഇരുന്ന് ചങ്ങാതികളോട്, ഞങ്ങൾ നിങ്ങൾക്കായി കുടലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. Come on, people of God. എന്തോ അതിന്റെ അർത്ഥം? ചന്തസ്ഥലത്തിരുന്ന് പറയുന്ന കുട്ടികൾ, എന്താ ചന്തസ്ഥലത്തിരുന്ന് കുട്ടികൾ പറഞ്ഞ്? ഞങ്ങൾ കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചു. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഇതിന്റെ അർത്ഥം പറയാം. ഇത് മിഡ്രാഷിലുള്ള ഒരു കഥയാണ്. അതായത് യഹൂദ റബിമാര് വേദോസത്തെ പഠിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കഥകളിലൊന്ന്. ഒരു മത്സ്യം പിടിക്കുന്ന ആൾ, ഒരു ഫിഷർമാൻ, തന്റെ കയ്യിലൊരു എന്തോ പറഞ്ഞ പൈപ്പുണ്ട്, കുഴൽ, ഊതുന്ന കുഴലുണ്ട്. അത് ഊതിക്കൊണ്ട് ഒരു കരയിലിരുന്നിട്ട്, ഒരു തടാകത്തിലിരുന്നിട്ട് താൻ കുഴലൂതിയിട്ട് കടലിൽ അല്ലെങ്കിൽ തടാകത്തിൽ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങളോട് പറഞ്ഞു, ഞാൻ കുഴൽ ഊതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോണം? നൃത്തം ചെയ്തു. ആ മത്സ്യങ്ങൾ ഇത് കേട്ടുമില്ല. ആ കുഴലൂത്ത് കേൾക്കാതെ മത്സ്യങ്ങളുടെ വഴിക്ക് പോയി. അത് ഇയാളുടെ ഊത്തിനനുസരിച്ച് നൃത്തം ചെയ്തില്ല, പ്രതികരിച്ചില്ല. അതാണ് ഊത്ത്. ഇന്നത്തെ പ്രധാന വിഷയം ഇതാണ്. ഞാൻ ഊതി, നീ നൃത്തം ചെയ്തത്, ഞാൻ പറഞ്ഞതിന് നീ പ്രതികരിച്ചില്ല. ഇത് കണ്ടപ്പോ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം. മര്യാദക്ക് ഞാൻ ഒരു ഊതി, ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല, നീ ഒന്ന് നൃത്തം ചെയ്യാനേ പറഞ്ഞുള്ളൂ, നീ നൃത്തം ചെയ്യില്ല. അതുകൊണ്ട് ഇദ്ദേഹം തന്റെ കയ്യിലെ വലയെടുത്ത് ഈ അനുസരണം കെട്ട മീനെ ഇങ്ങ് പിടിച്ചു. ഈ മീനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് കരയിലോട്ട് കൊണ്ടങ്ങിട്ടു. കരയിലോട്ട് ഇട്ടപ്പോ കാണാം, ഊതാതെ തന്നെ കിടന്ന് തുള്ളാൻ തുടങ്ങി. നമുക്കറിയാലോ, മത്സ്യത്തെ കരയിലിട്ട കിടന്ന് പിടയ്ക്കും. ആ പിടയ്ക്കുന്നത് എന്താ? നൃത്തമല്ല, അത് മരണം, ജീവൻ പോകുന്നതിന്റെ പിടച്ചില. അപ്പൊ ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. ഈ നൃത്തം എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? കുഴൽ ഊതിയപ്പോൾ നിങ്ങൾ നൃത്തം ചെയ്ത്, നിങ്ങൾക്ക് ജീവനോടെ നൃത്തം ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ കരയിൽ വീണ് കിടന്നിട്ട് നൃത്തം ചെയ്യുമ്പോൾ അത് ജീവൻ പോരാട്ടത്തിന്റെ നൃത്തമാ, അത് മാറത്തടിച്ച് കരയേണ്ട വിലാപമാണ്. വിലാപമാണ്. ഇപ്പൊ ഇവിടെ 2 പ്രധാന കാര്യം പറഞ്ഞു. ഒന്ന്, നിങ്ങൾക്ക് കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് പറഞ്ഞാൽ 2 സംഭവം. കുഴലൂത്തും നൃത്തവും മാരേജുമായി ബന്ധപ്പെട്ടത്, വിലാപവും മാറത്തടിക്കുന്നതും മരണവുമായി ബന്ധപ്പെട്ടത്. ഈ തലമുറയോട് എങ്ങനെ ഉപമിക്കും ഈ 2 സംഭവങ്ങൾ? ഒരു സ്ഥലത്ത് കുഴലൂത്തും നൃത്തവും സംഭവിക്കും, അനുസരണം കെട്ടതിനെ കരയിൽ പിടിച്ചിട്ട് തുള്ളിക്കും, അത് മാറത്തടിയും വിലാപവുമായിരിക്കും.
പ്രവാചക ശ്രേഷ്ഠനായ യോഹന്നാൻ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടാതെ, വാക്കുകൾ കേൾക്കാതെ അദ്ദേഹം കിടന്ന് ഊതുക, തെരുവിൽ കിടന്ന് ഊതിയിട്ടും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്ന മത്സ്യത്തെ കരയ്ക്ക് പിടിച്ചിട്ട് അനുസരണം കെട്ടവരെ ജീവപ്രാണൻ പോകുന്ന നിലയിൽ തുള്ളിക്കുമ്പോൾ മാറത്തടിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുമെന്ന് യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിക്കുക. രണ്ട് കാര്യം ഈ തലമുറയ്ക്ക് സംഭവിക്കും. ഈ തലമുറയോ എന്തിനോട് ഉപമിക്കും? ഒന്ന്, കല്യാണം നടക്കാൻ പോകുന്ന ഈ തലമുറയിൽ. രണ്ട്, വിലാപം നടക്കാൻ പോകുന്ന തലമുറയിൽ. ഇത് മാത്രമല്ല, എന്താ സംഭവിക്കാൻ പോകുന്നത്? യോഹന്നാൻ എന്തിനാ വന്നത്? കല്യാണത്തിന്റെ കാര്യം പറയാനും വിലാപത്തിന്റെ കാര്യം പറയാനും. ഓ മൈ ഗോഡ്! എന്താ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്? ഞാനോ കുറയണം, അവനോ വളരണം എന്ന് പറഞ്ഞ ശേഷം യോഹന്നാൻ പറഞ്ഞൊരു വാക്കുണ്ട്, മണവാട്ടിയുള്ളവൻ മണവാളൻ. യേശുക്രിസ്തുവിന്റെ മാരേജിനെ കുറിച്ച് പറയാനാണ് യോഹന്നാൻ വന്നത്. മണവാട്ടിയുള്ളവൻ മണവാളൻ. മണവാളന്റെ തോടനോ മണവാളന്റെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്നു. യേശുക്രിസ്തുവിനെ ആദ്യമായി മണവാളനാക്കി ചിത്രീകരിച്ചത് ആരാണ്? യോഹന്നാനാണ്. കാരണം ഈ മണവാളൻ എപ്പോഴാ ഇത് സംഭവിക്കുന്നത്? സെക്കൻഡ് കമ്മിങ്ങിലാണ്. മാരേജ്. ഞാനോ കുറയണം, അവനോ വളരണം. John the Baptist was preaching about the marriage of the Lamb and the judgment of the people of Israel, those who are not obeying the voice of God. That was John the Baptist. Came to this world with the message of the gospel, message of the kingdom, message of the judgment. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ ഏലിയാവിനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ദൂരെ, ഒത്തിരി സമയമായി. എനിക്കറിയാം നിങ്ങൾ സമയമുള്ളപ്പോൾ കേട്ട് കാണും. കേട്ടവർക്കായി സ്തോത്രം. ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. അതുവരെയും സ്വർഗ്ഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കേൾക്കുക, വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും മാന്യതയോടെ കമന്റ് ബോക്സിൽ വന്ന് പറയാം. അപമര്യാദയായിട്ട് സംസാരിക്കുന്നവരെ 100% ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട താല്പര്യമില്ല. കാരണം നിങ്ങൾ വചനം കേൾക്കാൻ വന്നവരാണ്. നിങ്ങളുടെ സംശയങ്ങൾ പറയാം. ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. വേദപുസ്തക പ്രകാരം നിങ്ങൾ ആ മര്യാദ പാലിക്കണമെന്ന് ഞാൻ ആരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് വചനത്തിന്റെ സത്യങ്ങളിലേക്ക് വീണ്ടും തുടരാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതൊരു ബൈബിൾ സ്റ്റഡിയാണിത്. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും അങ്ങനൊന്നും എനിക്ക് നേടാനില്ല. സമയമുള്ളവർ, നിങ്ങൾ എത്രയോ മെസ്സേജുകൾ കേട്ട് ജീവിതം വേസ്റ്റ് ആക്കി. ലിസൺ ദിസ് മെസ്സേജ് ആൻഡ് ഗോ ആഫ്റ്റർ ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ പുറകിൽ പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനലിനെ, ഇതൊരു ശുശ്രൂഷയാണ്. എല്ലാ വേദികളിൽ പോയി പ്രസംഗിക്കുന്നതിന് വേറെ ഒരു മിനിസ്ട്രിയാണ്. ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിശ്ചയമായിട്ടും നിങ്ങളുടെ റെസ്പോൺസ്, നമ്മുടെ കമന്റുകൾ നിങ്ങൾ നിശ്ചയമായിട്ടും ഇടുക. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.